സാറെ തുടങ്ങുമല്ലേ? ഹലോ, വോയിസ് കേൾക്കാമോ? ഓക്കെ ഉണ്ട് സാർ, ഓക്കെ ആണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ഇത് വന്നാൽ പറയണേ, കാരണം ഹെഡ്സെറ്റ് വെച്ചോണ്ട് ചിലപ്പോൾ ഹെഡ്സെറ്റ് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനപ്പെട്ട അജുസാർ, മറ്റു വിദ്യാർത്ഥിനികളെ, കേട്ടിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഏകദേശം നിങ്ങൾ അതിൻ്റെ മാർക്കൊക്കെ പരിശോധിച്ച് വന്നിരിക്കുന്ന ഒരു അവസരത്തിലാണുള്ളത്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ തന്നെ കേട്ടിട്ട് കിട്ടിയവർക്ക് PSC എഴുതേണ്ടി വരും, കേട്ടിട്ട് സംശയമുള്ളവർക്ക് ഇനിയും കേട്ടിട്ട് എഴുതേണ്ടി വരും. ഏത് എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നെഹ്വ് എന്നത് ഞാൻ പറയാതെ തന്നെ പരീക്ഷ എഴുതുന്ന പഠിതാക്കളായ നിങ്ങൾക്ക്, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നല്ല ബോധ്യമുണ്ടാവും. ഈ പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ PSCയുടെ അത്ര ടൈറ്റ് ഇല്ലാത്ത രൂപത്തിൽ, സിമ്പിളായ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനൊരുവിധമൊക്കെ ആൻസറുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും പലതും തെറ്റിപ്പോവും. അപ്പൊ ചെയ്ത ആളുകളാണെങ്കിലും ശരി, ആ ആൻസർ ചിലപ്പോൾ എന്തുണ്ടാവും, നമ്മൾ ഏകദേശം ധാരണ വെച്ച് എഴുതിയതായിരിക്കാം, ചിലപ്പോൾ കൃത്യമായി അറിവോട് കൂടി എഴുതിയതായിരിക്കാം. കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അതായത് എന്ന് മനസ്സിലാക്കി എഴുതുന്ന ഒരാൾക്ക് ഏത് എക്സാമും, ഇപ്പൊ ഒരു വിഷയം, ഇപ്പൊ നഹ്വിലെ മുബ്തദ ഖബർ എന്നൊരു വിഷയമാണെങ്കിൽ, ആ മുബ്തദ ഖബർ എന്നൊരു വിഷയത്തിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എഴുതണമെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾക്ക് എളുപ്പത്തിൽ കഴിയും. അപ്പൊ ആ മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ അറിവ് പോവുക, അതിനനുസരിച്ചുള്ള പഠനത്തിലേക്ക് നിങ്ങളുടെ പഠനത്തെ കൊണ്ടുപോവുകയും ചെയ്യുക എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അല്ലാതെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം, ആ ആൻസറുകൾ മാത്രം മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഓപ്ഷൻ ശരിയായി പോയി എന്നത് കൊണ്ടോ ഒന്നും അടുത്ത പരീക്ഷയ്ക്ക് അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഓപ്ഷൻ ശരിയായി എന്നതിനേക്കാൾ ഉപരി അത് എന്തുകൊണ്ട് അങ്ങനെ ആയി, ബാക്കി 3 ആൻസർ തെറ്റാണെങ്കിൽ ഇത് മാത്രം ശരിയാവാൻ ബാക്കി എന്തുകൊണ്ട് തെറ്റായി, ഇത് എന്തുകൊണ്ട് ശരിയായി എന്ന് മനസ്സിലാക്കാൻ രൂപത്തിൽ കഴിയണം. അത് കഴിയണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല ബോധം ഉണ്ടായിരിക്കണം. അപ്പൊ ഇൻഷാ അള്ളാഹ് നിങ്ങൾ എല്ലാവരെയും സഹകരണം നെഹ്വ് പഠിക്കുന്നതിലേക്ക് ആവശ്യമാണ്. ഞാൻ നെഹ്വ് എവിടെ ക്ലാസ് എടുക്കുകയാണെങ്കിലും, PYQ എടുക്കുകയാണെങ്കിലും, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒക്കെ പറയാറുള്ളത്, നിങ്ങളെ പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങളുടെ സഹകരണം ഇല്ലാതെ. നിങ്ങൾ സഹകരിച്ചു തന്നാൽ മാത്രമേ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരാനും അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് പഠിപ്പിക്കാനും കഴിയൂ എന്ന് ഉണർത്തുകയാണ്. അപ്പോൾ അത് ആരൊക്കെ സജീവമായിട്ട് വരുന്നോ, അതൊരു PYQ ക്വസ്റ്റ്യൻ മാത്രമല്ല, ക്ലാസ് ആണെങ്കിൽ ശരി, കൃത്യമായിട്ട് ആരൊക്കെ വരുന്നു, പറയുന്നു, ചർച്ച ചെയ്യുന്നു, അവർക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടി പരമാവധി പറ്റും. എന്നാൽ നമ്മളിങ്ങനെ ക്ലാസ് കേട്ട് ആൻസർ ഇതാണ് ശരി, അതിന്റെ കാരണം കൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പോകുന്നത് പോലെ അല്ലാതെ അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പരമാവധി ക്ലാസ്സുകളിൽ സജീവമായിട്ട് ഇടപഴകണമെന്നും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണമെന്നും എന്നെ കൊണ്ട് അറിയാവുന്ന ആൻസറുകളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുമെന്നും പറ്റാത്തതാണെങ്കിൽ ഞാൻ കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചിട്ടോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറയുമെന്നും. കാരണം നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ അവരോടൊക്കെ ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും പറയാൻ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചിട്ടെങ്കിലും, അപ്പൊ എനിക്കും പഠിക്കലായി, നിങ്ങൾക്കും പഠിക്കലായി. ആ രൂപത്തിലാണ് പഠനം എന്നുള്ളത്. ഫൗക കുല്ലി ദി ഇൽമിൻ അലീം എന്നാണല്ലോ. അപ്പൊ നിങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. ഞാൻ ആളുകൾ കൂടുതലില്ല, കുറച്ചാണെങ്കിൽ ശരി, നല്ലത് കുറച്ചു മതി എന്ന് പറയുന്നത് പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ വെറുതെ കേൾക്കാനാണെങ്കിൽ, ഞാനിപ്പോ ഈ ഒരു സെഷനിൽ പറയേണ്ടതല്ല എന്നാലും പറയാണ്, ക്ലാസ്സിൽ വെറുതെ കേട്ടിരിക്കാനാണെങ്കിൽ അങ്ങനത്തെ ആളുകളെ എന്നെ സംബന്ധിച്ച് ആവശ്യമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ സഹകരിക്കാനാണെങ്കിൽ മാത്രമേ ക്ലാസ്സിൽ പങ്കെടുക്കാവൂ എന്നും ഞാൻ പറയാറുണ്ട്. പോട്ടെ, അതൊന്നും ഞാൻ ഇപ്പം വിശദീകരിക്കുന്നില്ല. ഏതായാലും നമുക്ക് എന്നാൽ ഇൻഷാ അള്ളാഹ് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം കാറ്റഗറി 4-ൻ്റെത് കഴിഞ്ഞ് പിന്നെ കാറ്റഗറി 3-ലും കൂടി നമുക്കൊന്ന് ചെയ്യാം. ഏകദേശം ഞാൻ സോർട്ട് ചെയ്തപ്പോൾ ഒരു 18ഓളം ചോദ്യങ്ങൾ കാറ്റഗറി 4-ലും 10 ചോദ്യങ്ങൾ കാറ്റഗറി 3-ലും. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലത് ഞാൻ ഒഴിവാക്കിയത് ഉണ്ടാവാം. ഏതായാലും നമുക്ക് എന്താക്കാം, നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളൊക്കെ റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ആവശ്യമുള്ളവരെ പേര് വിളിച്ചാൽ നിങ്ങൾ വരണം. ആൻസറുകൾ നിങ്ങൾ ഈ പറഞ്ഞ മെസ്സേജ് ആയിട്ട് മാത്രം അയക്കുക. ഞാൻ വിളിക്കുന്ന ആളുകളോ അല്ലെ ഞാൻ പറയുന്ന സമയത്ത് ഓണാക്കിയോ നിങ്ങൾ പറയുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, മെസ്സേജ് അയച്ചാൽ മതി.
ആൻസർ അയച്ചോളൂ. ഓക്കെ, ഓക്കെ. സാഫിയ ലൈനിലുണ്ടോ? ഉണ്ട് സാറേ. നമ്മളെ സാഫിയാണ്. ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാലും നീ എന്നെ തന്നെ കിട്ടിയത് ഫസ്റ്റ്. പറയൂ, ഏതാണ് ശരി, എന്തുകൊണ്ട്? അല്ലിമുൽ ബനാത്ത. പറഞ്ഞോളൂ. ഞാൻ ആൻസർ അയക്കുന്നവരെ മാത്രമേ വിളിക്കുന്നു വിചാരിക്കരുത്. അമാനത്തി. അല്ല, ആൻസർ എ 1, 2, 3, 4 ഏതാണ് ഓപ്ഷൻ ആദ്യം പറയും. നിങ്ങൾ വായിക്കണമെന്നില്ല. ഒന്നാമത്തെ അല്ലിമുൽ ബനാത്ത. ഒരു മിനിറ്റ്, നമ്പർ പറഞ്ഞാൽ മതി. കൺഫ്യൂഷൻ ആണല്ലോ. കൺഫ്യൂഷനുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടാവും. ചോദ്യം എന്ന് പറഞ്ഞാൽ അതല്ലേ വേണ്ടത്. എല്ലാവർക്കും ആൻസർ കിട്ടുന്ന ചോദ്യമാകുമ്പോ രസമല്ലല്ലോ. സഫിയ പോയോ? പെട്ടെന്ന് പെട്ടെന്ന്. സി അല്ലെങ്കിൽ ബി, ഇതിലേതോ ഒന്നാണ്. അങ്ങനെ പറയാൻ പറ്റൂല. ഏതാണെങ്കിലും കാരണം പറയേണ്ടത് കൊണ്ട് ഏതാന്ന് ഉറപ്പിച്ച് നിങ്ങൾ പറയണം. കുടിഞ്ഞ കൺഫ്യൂഷൻ ആണ് സാറേ. കൺഫ്യൂഷൻ ആണോ? എന്നാല് ഞാൻ വേറൊരാളെ വിളിക്കട്ടെ. ആരാപ്പം? സീന. സാറേ പറയേതാ ശരി? 3. എന്തുകൊണ്ട്? ബനാത്ത് മഫൂലിന്റെ സ്ഥാനത്തായതുകൊണ്ട് ജമ്മു മുഅന്നസ് സാലിമിന് കിസറ് കൊണ്ട് നസ്ബ്. ഓക്കെ. ദുറൂസോ? അത് 2ാം മഫൂല്. ഉറപ്പിച്ച് പറയണം. 2ാം മഫൂലും ശരിയാണ്. അല്ലിമുൽ ബനാത്തി ദുറൂസ സിദ്ഖി വൽ അമാന എന്നാണ് പറയേണ്ടത്. അല്ലിമു എന്നത് അല്ലമ എന്നത് 2 മഫ്ഊലിന് ഉണ്ടാവുന്ന ഫിഅലാണ്. അല്ലമയുടെ അമ്രാണ് അല്ലിം. അല്ലിം, അല്ലിമ, അല്ലിമു, നിങ്ങൾ പഠിപ്പിക്കൂ. അൽ ബനാത്തി ആരെ പഠിപ്പിക്കൂ? ആ അല്ലിമു എന്ന അമ്രിൽ അതിന്റെ ലമീർ ഫായിലാണ്. അൽ ബനാത്ത് എന്നത് മഫ്ഊലാണ്. മഫ്ഊൽ നസ്ബാണ്. ജമ്മു മുഅന്നസ് സാലിം എന്ന നമ്മൾ പഠിച്ചതാണ്. ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇഅ്റാബ്, അതിന് നസ്ബ് കിട്ടിയ കെസ്റത്ത് കൊണ്ട് നസ്ബ് ചെയ്യുന്നതാണ് ജമ്മു മുഅന്നസ് സാലിമിന്. അപ്പൊ അല്ലിമുൽ ബനാത്തി എന്ന് പറയണം. 2ാമത്തെ മഫ്ഊലാണ് ദുറൂസ എന്നുള്ളത്. അപ്പൊ കറക്റ്റ് വായിക്കേണ്ടത് അല്ലിമുൽ ബനാത്തി ദുറൂസ സിദ്ഖി വൽ അമാനത്തി എന്നാണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലായിടത്തേക്കും പോവാം. സാറേ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? അല്ലിമു എന്നുള്ളത് ഫിയല് അമ്രാണ്. മാത്രമല്ല അല്ലമ 2 മഫ്ഊല് നസ്ബ്, 2 മഫ്ഊല് വരുന്ന ഫിയലുകൾ ധാരാളം ഉണ്ടല്ലോ. അലമ, അല്ലമ, ഖബ്ബറ, അഖ്ബറ, ലന്ന, ഹസിബ, ഒരുപാട് ഫിയലുകൾ 2 മഫ്ഊല് വരും. അതിൽപ്പെട്ടതാണ്. അപ്പൊ അല്ലിമു എന്നത് അമ്ര ഫീലാണ്. അമ്ര ഫീലിന് ഓൾറെഡി ലമീർ ഫായിലായിട്ടുണ്ടാകും. പിന്നെ വരുന്നത് മഫ്ഊലാണ്. മഫ്ഊല് നസ്ബാണ് വേണ്ടത്. ബനാത്ത് ജമ്മു മുഅന്നസ് സാലിമാണ്. ജമ്മു മുഅന്നസ് സാലിമിന് കെസ്റത്ത് കൊണ്ടാണ് നസ്ബ്, ഫതഹത്ത് കൊണ്ടല്ല. കെസ്റത്ത് കൊണ്ട് നസ്ബ് കിട്ടുന്നതാണ് ബനാത്ത് എന്ന് പറയുന്ന ജമ്മു മുഅന്നസ് സാലിം. അപ്പൊ ബനാത്തി എന്ന് പറയണം. ദുറൂസ എന്നത് 2ാം മഫ്ഊലാണ്, അതിന് നസ്ബാണ്. അപ്പൊ വായിക്കുമ്പോൾ അല്ലിമുൽ ബനാത്തി ദുറൂസ സിദ്ഖി വൽ അമാനത്തി എന്ന് വായിക്കണം. സിദ്ഖ് മുദാഫിൻ ഇലൈഹിയാണ്, അമാനത്തി പിന്നെ ആതിഫുമാണ്. ഫുള്ള് പറയുമ്പോൾ നമ്മളിവിടെ ചോദിച്ചത് ബനാത്ത് എന്നുള്ളതും ദുറൂസ് എന്നുള്ളതുമാണ്. 2 മഫ്ഊലാണ് ബനാത്തും ദുറൂസും. 2നും നസ്ബുമാണ്. പക്ഷെ ഒന്നിന് കെസ്റത്ത് കൊണ്ട് നസ്ബാണ്, ഒന്നിന് ഫതഹത്ത് കൊണ്ട് നസ്ബാണ്. ഫർഇയായ ഇറാബുകൾ നമ്മൾ വിശാലമായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. അതിൽ 7 എണ്ണത്തിൽപ്പെട്ടതാണ് ജമ്മു മുഅന്നസ് സാലിം എന്ന ഫർഇയായ ഇറാബ് വരുന്നത്. യഥാർത്ഥ
ഇറാബ് അല്ല അതിന് വരിക. ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് കസ്റ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജറ്, സുക്കൂന് കൊണ്ട് ജസ്മി എന്ന അസുലിയായ ഇറാബ് അല്ലാതെ മാറ്റം വരുന്ന 7 പദങ്ങളാണുള്ളത്. അതിലൊന്നാണ് ജമു മുഅന്നസ് സാലിം. അതിന് ഫതഹത്ത് കൊണ്ടല്ല നസ്ബ് വരിക. ക്ലിയർ ആയോ? ഓക്കെ. ക്വസ്റ്റ്യൻ 2. ഇനി അങ്ങനത്തെ വന്നാലേ എഴുതാൻ പറ്റണേ. സാഫി, അത് കുഴപ്പമില്ല, ഇനി ചോദ്യം വേറെ വന്നോളൂ, പ്രശ്നമില്ലല്ലോ. സാഫിയാക്ക് പെട്ടെന്ന് ചോദിച്ചോ, പറയാൻ പറ്റായിട്ടാണ്, ഇനിയും ചോദിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ്. ഷംനാസ്, ഷംനാസ് ഉണ്ടോ? ആ പറയൂ. കേട്ടില്ല. സി എന്തുകൊണ്ട്? അതിന്റെ അർത്ഥം എന്താ? ആയത്തിന്റെ അർത്ഥം എന്താ? 4 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. 4 കാര്യങ്ങളാണ്. ഇസ്മു ഫായിൽ. ഇസ്മു ഫായിൽ എന്ന് പറയുന്നത് ഫായിൽ വസനായിരിക്കും. ഇസ്മു ഫായിൽ എന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ. ഇസ്മു ഫായിൽ ഫായിൽ വസനോ അല്ലെങ്കിൽ റുബായും ഒക്കെ ആണെങ്കിൽ അത് മുഫ്ഇൽ അല ആ രൂപത്തിലാണ് വരിക. ഇസ്മുൽ ആലത്ത് എന്ന് പറയുന്നതും ഈ പറഞ്ഞ മഫ്അൽ വസനല്ല, അത് മിഫ്അൽ മിഫ്അലത്തൊക്കെയാണ്. പിന്നെ ഇസ്മു മക്കാൻ, ഇസ്മു സമാൻ, ഇത് രണ്ടും ഒരേ വസനാണ്. അപ്പൊ മത്ലഅ എന്ന് പറയുന്നത് ഇസ്മു സമാനും ഉപയോഗിക്കാം, ഇസ്മു മക്കാനും ഉപയോഗിക്കാൻ പറ്റും. അപ്പം വെറും ആ സിഅ നോക്കിയിട്ട് ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇസ്മു ഫായിൽ അല്ല എന്നും പറയാം, ഇസ്മുൽ ആലത്തല്ല എന്നും പറയാം. പിന്നെ അത് ഏതാണ്, മക്കാനാണോ സമാനാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിന്റെ അർത്ഥം കൂടി നോക്കിയിട്ട് ഏതിനാന്ന് പറയാൻ പറ്റും. ഇവിടെ എന്താ അർത്ഥം? ഇത്ര നേരം കൺഫ്യൂഷൻ, മക്കാനാണോ സമാനാണോ? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഫജ്ർ എന്താ? പ്രഭാതം അല്ലെ? ഫജ്ർ. ആ ഫജ്ർ വരെ സലാമുണ്ട് എന്നാ പറയുന്നത്. ഇത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയല്ലേ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതയാണ് സലാമുണ്ട് ആ ലൈലത്തുൽ ഖദറിൽ. ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സൂര്യൻ ഉദിക്കുന്ന സമയം വരെ, അത്രയും സമയം വരെ എന്തുണ്ട് അവിടെ? നമുക്ക് സലാമുണ്ട്. സമയമാണ് പറയുന്നത്, സ്ഥലമാണോ? സൂര്യൻ ഉദിക്കുന്ന സ്ഥലം വരെ ഉണ്ടെന്നാണോ? അല്ല. അപ്പം ശരിയായ ആൻസർ, കുറെ ആളുകൾ സി പറഞ്ഞിട്ടുണ്ട്, കുറെ ആളുകൾ ഡിയും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഇസ്മു സമാനാണ്, സമയത്തെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്മു സമാൻ ആൻഡ് മക്കാൻ രണ്ടും ഒരേ വസനാണ്, മാറ്റമില്ല. പക്ഷെ ആ മാറ്റം എങ്ങനെ മനസ്സിലാക്കാനേ പറ്റൂ? അർത്ഥവും കൂടി നോക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റൂ. ഇനി മക്കാനും മാത്രം ഉപയോഗിക്കാം. അപ്പൊ മത്ലഇന്ന് മാത്രം കൊടുത്തൊരു ഇസ്മു മക്കാനാണോ സമാനാണോ എന്ന് ചോദിച്ചാൽ രണ്ടും പറ്റും. 2 ആൻസർ ശരിയാണ്. പക്ഷെ ആയത്ത് കൊടുത്തിട്ട് അവിടെ ചോദിച്ചത് ഈ ആയത്തിൽ എന്താണ് മത്ലഇ എന്നാണ്. ഈ ആയത്തിൽ മത്ലഇ എന്താ? ഇസ്മു സമാനാണ്. വേറൊരു സ്ഥലത്ത് ഇസ്മു മക്കാനാവാം. അപ്പൊ രണ്ടിനും ഒരേ സീഗയാണ്. പക്ഷെ മീനിങ് മക്കാനായിട്ടും വരും. ഉദിക്കുന്ന സ്ഥലമെന്നും ഉദിക്കുന്ന സമയമെന്നും മത്ലഇന് അർത്ഥമുണ്ട്. അതിന് ഏതിനും അങ്ങനെ തന്നെയാണ്. ഇസ്മു മക്കാനാക്കി കഴിഞ്ഞാൽ ആ രൂപത്തിൽ വരും. സമയത്തിനും അതുപോലെ തന്നെ സ്ഥലത്തിനും ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കും ഡൗട്ട് ഉണ്ടോ? ശരിയായത് ഇസ്മു സമാനാണ്. ഉണ്ടെങ്കിൽ തീർത്തു പോകണം. കാരണം ഇങ്ങനെ മനസ്സിലാക്കിയാലേ ഇനി വരുന്ന പരീക്ഷകൾക്കെങ്കിലും നമുക്ക് നല്ല രൂപത്തിൽ തെറ്റിയവർക്കൊക്കെ ശരിയാക്കാൻ പറ്റൂ. ക്ലിയർ അല്ലേ? ഓക്കെ. 3. ജസീർ കെ. ആ സാറേ.
നിങ്ങളെ പേരെന്താ? അഫ്സത്താണ്. അഫ്സത്താണോ? നീ ഏത് ഐഡി കയറിയാൽ നിന്നെ പിടിക്കും, നീ അങ്ങനെ കയറണ്ട. എന്നാ പറഞ്ഞോളൂ, ഏതാണ്? ഇസ്തിനാഫിന്റെ വാവ്. എന്താണ് ഇസ്തിനാഫ് എന്ന് പറഞ്ഞാൽ അതൊന്ന് പറഞ്ഞു കൊടുക്കും, അറിയാത്തവരെ അറിഞ്ഞോട്ടെ. ഇസ്തിനാഫിന്റെ വാവാണ്. എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല സാർ. അത് ഐഡിയ ഇല്ലാതെ പിന്നെ എങ്ങനെ മനസ്സിലായി ഇസ്തിനാഫ് ആണ് എന്ന്? ഞാൻ ഈ ക്വസ്റ്റ്യൻ റെഫർ ചെയ്തതാ. ക്വസ്റ്റ്യൻ റെഫർ ചെയ്ത് എന്നിട്ട് ഇസ്തിനാഫ് എന്ന് കിട്ടി. ഓക്കെ, എന്നാൽ അത് ശരിയാണോ? ആരാ പറയാ? ജാനിഷ അല്ലേ? അതെ. പറയൂ, എന്താ നിങ്ങളെ അഭിപ്രായം? ഇസ്തിനാഫിനെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല. ഇതിലേതാ ശരി? ശരി ആൻസർ കീ കണ്ടതുകൊണ്ട് ഇസ്തിനാഫാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആൻസർ കീ ഇസ്തിനാഫ് എന്നാണോ ഉള്ളത്? ഞാൻ ആൻസർ കീ നോക്കിയിട്ടില്ല കേട്ടോ. ഇസ്തിനാഫ് ആണ്. സത്യത്തിൽ അത് ഇസ്തിനാഫിന്റെ വാവല്ല. ശരിയായത് 4 ആണ്. അല്ല. ഈ 4 തരം വാവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അത്ഫ്. അത്ഫ് എന്ന് പറഞ്ഞാൽ എന്താ മോളെ? മറ്റൊന്നിലേക്ക് അത്ഫ് ചെയ്ത്. ലൈലിന് മുമ്പ് നെഹാർ വന്ന് നെഹാറുൻ വ ലൈലുൻ എന്ന് പറഞ്ഞാൽ എന്താ? നെഹാർമൽ അത്ഫ് ചെയ്തിട്ട് ലൈല് വരും. ആ വാവാണ് അത്ഫ്. കസമിന്റെ വാവ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ വല്ലാഹി നമ്മൾ പറയില്ലേ, ശരിക്കും അള്ളാഹു എന്നല്ലേ, അതിന്റെ കൂടെ വാ ചേർത്തിട്ട് വല്ലാഹി എന്നാ പറയാ. ഈ വാവ് കസമിന്റെ വാവ. അത് അള്ളാന്റെ കൂടെ മാത്രമല്ല, ഖുർആനിലൊക്കെ വൽ ഫജിരി, ഫജിറിനെ തന്നെ സത്യം, വശംസി വൽഹാഹ, സൂര്യനെ തന്നെ സത്യം. അവിടൊക്കെ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ്, അതിനുശേഷം ജെറുണ്ടാവും വശംസി. മറ്റ് ഇസ്തീനാഫിന്റെ വാവ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജുംല തുടങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ് ഇസ്തീനാഫിന്റെ വാവ്. എന്നാൽ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ലൈൽ എന്ന് പറയുന്നത് റുബ്ബയുടെ, റുബ്ബ എന്ന് പറഞ്ഞാൽ എത്ര എന്ന അർത്ഥത്തിന് വേണ്ടി പ്രയോഗിക്കുന്ന എത്ര മൗജിൽ ബഹരി അർഹാസുദൂലഹു, എത്ര രാവുകളാണ് മൗജുൽ ബഹർ പോലെയുള്ള എത്ര രാവുകളാണ്. ആ റുബ്ബ എന്ന് ഈ 20 അക്ഷരങ്ങളാണ് പ്രധാനമായിട്ടുള്ള ജെറിന്റെ ഹർഫുകൾ. ആ ജെറിന്റെ ഹർഫിൽപ്പെട്ട ഒരു ഹർഫാണ് റുബ്ബ, വാവ് റുബ്ബ. റുബ്ബ എന്നർത്ഥമുള്ള വാവിന് ശേഷം ജെറുണ്ടാവും. വ ലൈലിൻ എന്നാണ് അവിടെ പറയുന്നതും. ഇസ്തീനാഫിന്റെ വാവായിരുന്നെങ്കിൽ വ ലൈലുൻ എന്നാണ് പറയേണ്ടത്. ജുംലയാണ്, പുതിയ സെന്റൻസ് ആണ്. ഇവിടെ ലൈലുൻ അല്ല, ലൈൽ. നിങ്ങൾ കവിതയിൽ എടുത്തു വെക്കണം, വ ലൈലിൻ കമൗജിൽ ബഹരി അർഹാസുദൂലഹുന. ഈ വാവ് റുബ്ബയുടെ വാവാണ്. ആൻസർ കീ എനിക്കറിയില്ല, എനിക്കറിയാവുന്ന ആൻസറാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. സാറേ ആൻസർ കീയില് ഇസ്തിനാഫിന്റെ തന്നെയാണ് സാർ കൊടുത്തിട്ടുള്ളത്. ആണോ? ഞാൻ മനസ്സിലാക്കുന്ന ഇസ്തിനാഫ് ആവൂല, കാരണം റുബ്ബയാണ്. അത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ചലഞ്ചിങ് ഓപ്ഷൻ അവസാനിച്ചിട്ടില്ല. സാറ് കഴിയുമെങ്കിൽ ഒന്ന് അതിന്റെ ഒരു സോഴ്സ് അയച്ചിരുന്നെങ്കിൽ ഞാൻ കുട്ടികളെ കൊണ്ട് ചലഞ്ച് ചെയ്യിപ്പിക്കായിരുന്നു ക്വസ്റ്റ്യൻ. മാർക്ക് കിട്ടിക്കോട്ടെ. റുബ്ബ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. നമ്മൾ അർത്ഥം പറയുമ്പോൾ എത്ര രാത്രികളാണെന്നല്ലേ നമ്മൾ പറയുന്നത്. അതുമല്ല, മുബ്തദയാണ് ശേഷം വരിക. അപ്പൊ മുബ്തദ വരുമ്പോ റഫ് ആണ് ഉണ്ടാവുക. ഓ വലൈലുൻ എന്ന് തുടങ്ങുന്ന ഒരു ജുംലയാണെങ്കിൽ ആ ജുംലക്ക് മുമ്പിൽ വരുന്ന വാവ് ഇസ്തിനാഫിന്റെ വാവ് എന്നാണ് പറയാ. അപ്പൊ ഇവിടെ റുബ്ബയുടെ വാവാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ സോഴ്സുകൾ നോക്കാം. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ശ്രമിക്കാം എല്ലാവരും കേട്ടോ. ഞാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. ഒരു ജുംലയുടെ തുടക്കത്തിൽ വരുന്ന വാവിനെ ഇസ്തിനാഫ് എന്ന് പറയാം. അതെ, ഒരു ജുംലയിൽ പുതിയൊരു ജുംല വരികയാണ്, മറ്റവുമായി കണക്ഷൻ ഇല്ല, പുതിയതായിട്ട് തുടങ്ങാണ്. ആ ജുംലയുടെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഇസ്തിനാഫ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. ഇസ്തിനാഫ് പുതിയതായിട്ട് തുടങ്ങാന്നല്ലേ, പുതിയതായിട്ട് വരുന്ന ആ വാവിനാണ് എന്ത് പറയാ? ഇസ്തിനാഫിന്റെ വാവ് എന്നറിയാം. ധാരാളം. ഇപ്പൊ എന്താ പറയാ? വൽ ബദൂർ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം, മുമ്പൊന്നുമില്ല, എന്നിട്ട് എന്തെങ്കിലും സെന്റൻസ് കംപ്ലീറ്റ് ആക്കുക, അത്രേ ഉള്ളൂ. അത് ഇസ്തിനാഫിന്റെ വാവില്ല, ഒരു വാവിട്ട് പറഞ്ഞാൽ. അപ്പൊ സാറേ ഇസ്തിനാഫിന്റെ വാവ് റുബ്ബന്റെ വാവ് അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാ? അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് ഇഅ്റാബ് ജറായിരിക്കും, എത്ര അർത്ഥവുമായിരിക്കും, ശേഷമുള്ളത് ജറുമായിരിക്കും. അപ്പൊ ഹുറൂഫുൽ ജറാണത്. വ ലൈലിൻ എന്നാണെങ്കിൽ ഇബ്നുൽ ഖൈസിന്റെ കവിത എടുത്തൊക്കെ കാണാം, ലൈലുൻ എന്നല്ല. അപ്പൊ ഈ വാവ് ആ വാവ് കസമിന്റെ വാവാണ്, അത് റുബ്ബയല്ല. ഷംസിനെ തന്നെ സത്യം.
അതിൽ ചെറിയൊരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ റുബയുടെ വാവിന് ശേഷം നെക്കിറയെ വരും, ഒരിക്കലും മാരിഫ വരൂല. വശംസി എന്നത് അലിഫിലാമുള്ള ശംസാണ് വന്നത്, അങ്ങനെ പറയൂല. റുബയുടെ വാവാണെങ്കിൽ വശംസിന്നേ വരും, അലിഫിലാം ഉണ്ടാവില്ല. അങ്ങനെ പ്രത്യേകത റുബക്കുണ്ട്. ശേഷം നെക്കിറയെ വരും. വല്ലേലി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വല്ലേലി എന്നായ കസമിന്റെ വാവായി പോകും, രാത്രിയെ തന്നെ സത്യം എന്നാവും. വല്ലുഹ അത് പിന്നെ ഇറാബ് ജെറ് കാണൂല, കാരണം അത് മക്സൂറ ആയതുകൊണ്ട്. വല്ലുഹയും അതിൽപ്പെട്ട തന്നെയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വാവുകളൊക്കെ പല തരത്തിലുണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോകാലോ, നാലാമത്തേലേക്ക്. 4 പിന്നെ എളുപ്പമാണ്, നിങ്ങൾ അങ്ങ് പറഞ്ഞോളൂ, കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ആൻസർ അയച്ചോളൂ, പെട്ടെന്ന് കഴിയും. കാരണം മുഫ്രദ് ജമ്മ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ബി തന്നെയാണ്. കാരണം തെല്ല് എന്നതിന്റെ ജം ആണ് അത്ലാല്. പിന്നെ തിലാല്, ഫസ്റ്റ് പറഞ്ഞ തുലൂല്, അതൊക്കെ എന്താണ്? തെല്ലിന്റെ ജമ്മ് തന്നെയാണ്. അപ്പൊ മുഫ്രദാണ് ചോദിച്ചത്, തെല്ല് എന്ന് തന്നെയാണ്. തെല്ലിന്റെ ജമ്മാണ് അത്ലാല്. അതിൽ വേറെ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ട ആവശ്യമില്ല. 5 ആൻസർ കീയിൽ മാറിയതുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ചിലപ്പോൾ ആൻസർ കീയിൽ തെറ്റിപ്പോവാം, ചിലപ്പോൾ എനിക്ക് തെറ്റിപ്പോവാം. ഞാൻ ആൻസർ കീ നോക്കിയിട്ടേ ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഹാജറ, ഹാജറ പറഞ്ഞോളൂ, ഏതാണ് ശരി? തെറ്റായതല്ല മഷാക്കാൻ കുടിക്കണ്ടേ? അല്ലേ? അതെ, ചോദ്യത്തിൽ ആൻസർ ശരിയായത് എന്നെ ചോദ്യം. ഒന്ന് ഫസ്റ്റ് ആണ്. എന്തുകൊണ്ട്? എന്താ തെറ്റവിടെ? എന്തെന്നറിയില്ല സാർ, 2 മൂലാടത്തിന്റെ അർത്ഥം കാണുന്നുണ്ട്, യാവും താവും ഒന്നിച്ച് കാണുന്നുണ്ട്. തെറ്റാണ്. ആർക്ക് പറയാം? എന്നുള്ളതല്ലേ അങ്ങനെ വാക്കായില്ലല്ലോ. ഹംസട്ടത് ഹംസട്ടത് അലിഫിന്റെ മുകളിൽ. പിന്നെ എങ്ങനെയാ ഇടേണ്ടത്? ഹംസട്ടത് അലിഫിന്റെ മുകളിലായത്. എങ്ങനെയാണ് ഇടേണ്ടത്? പിന്നെ ടീച്ചർ പോയാ? അഫ്സൽ ടീച്ചറേ, പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയില്ല. ഷിഫ പറയൂ, എന്താ ശരി? ഞാന് അങ്ങനെയാണ് വിചാരിച്ചത്, എന്നുള്ളതാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഒരു വാക്കില്ല, യത്തവക്കോ എന്നുള്ള ഒരു വാക്ക് കൊടുത്തില്ലല്ലേ? അല്ല, എത്തക്കഉ എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളത് എത്തവക്കഉ എന്നുള്ളതാണ്. അങ്ങനെയാണ് എഴുതേണ്ടിയുള്ളതാണ്. വാവ് വിട്ടുപോയതാണെന്ന്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആയിക്കോട്ടെ, നിങ്ങളെ മനസ്സിലാക്കിയത് തീർത്തും തെറ്റാണ്. നമുക്ക് അടുത്ത് നോക്കുന്നാല്. കുഴപ്പമില്ലട്ടെ, മാഷാ, എന്നാലും പറഞ്ഞല്ലോ. ആരൊന്ന് പറയും, എന്താ പറയും? സാഫിയ, നിനക്കറിയോ? ഞാന് നോക്കിയിട്ടില്ലത്. ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയാ മതി. 4-ാമത്തെ ആരാ പറഞ്ഞാൽ പറഞ്ഞോളൂ. ബി ആണോ സാർ? 4 എന്തുകൊണ്ട്? കാരണം പറയണേ, എന്താണെങ്കിലും അതാണ് നമുക്ക് വേണ്ടത്. അല്ല, ഹംസ, ആ യാന്റെ മുകളിൽ ഹംസ, അതായത് യജ്സിന്നാണോ ആ വാക്ക് വരാ? യജ്സി ഊന്ന്. ഒരു കാര്യം ഞാൻ പറയാം, 4 അവസാനം ഹംസയാണ്, യാ ഒന്നുമല്ല. അതിലൊരു മിസ്റ്റേക്കില്ല, ഹംസ തന്നെയാണ്. എത്തക്കയുണ്ട് യാന് മുകളിലല്ലേ ഹംസ ഇടേണ്ടത്? എന്തുകൊണ്ട്?
ആരാ പറഞ്ഞത്? നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. എന്ത് തെറ്റിയാലും ഇവിടെ പ്രശ്നമല്ല കേട്ടോ. നമ്മൾ ചർച്ചയാണ്, അങ്ങനെ പഠിക്കാൻ വേണ്ടിയാണ്. തെറ്റുന്നൊന്നും ഒരു വിഷയമല്ല. ആയതുകൊണ്ട് വസ്ത്രനാട് വരണ്ടിരുന്നു. ഹംസത്ത് വസിൽ എന്ന് പറഞ്ഞു, കത്ത് എന്ന് പറഞ്ഞു, തുടക്കത്തിൽ വരുന്ന ഹംസ അല്ലേ മോളെ? ലാസ്റ്റിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? ഓക്കെ, ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അപ്പൊ ആൻസർ ശരി ഒന്ന് തന്നെയാണ്, മീൻസ് തെറ്റായിട്ട് എഴുതിയ ഒന്നാണ്. എന്താന്ന് ഞാൻ പറയാം. ഇത് എത്തക്ക എന്നൊക്കെ ആരോ വായിച്ചു, അങ്ങനെയല്ല കേട്ടോ. ഇതെങ്ങനെ കറക്റ്റ് വായിക്കേണ്ടത്? എത്തക്കിയോ. കാരണം ഇത് ഏതാ ഇതിന്റെ മാലി? ഇതിന്റെ മാലി ഏതാ? ഇത്തക്ക. ഏത് വസന? ഇഫ്തഅല. വഖഅ എന്നതിന്റെ ഇഫ്തഅല വസനാണ് ഇവ്തക ആണ്. ഇവ്തക വാവിനെ താ ആക്കിയിട്ട് ഇദ്ഗാം ചെയ്താണ് ഇത്തക ആകുന്നത്. ഇഫ്തഅലയുടെ മുളാരി യഫ്തഅലൂനല്ല. അപ്പൊ ഇത്തക യത്തകിഉ എന്നാണ്. അപ്പൊ യത്തകിഉ എന്ന് എഴുതുമ്പം അവസാനത്തിൽ യാ ഉട്ട് ഹംസയാണ് എഴുതേണ്ടത്, അലിഫിട്ടല്ല. ബാക്കി യഖ്റഉ എന്നുള്ളതും യജീഉ എന്നുള്ളതും യജ്സിഉ എന്നുള്ളതും അങ്ങനെയാണ് എഴുതേണ്ടത്. കാരണം ഹംസ എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. അതിൽ 3 തരത്തിൽ ഹംസ വരും. ഒന്ന് തുടക്കത്തിൽ വരുന്ന വസ്ല് ഖതഇന്റെ ഹംസ, മറ്റൊന്ന് മധ്യത്തിൽ വരുന്നത്, മറ്റൊന്ന് ലാസ്റ്റിൽ വരുന്നത്. ഇവിടെ ഇപ്പൊ ലാസ്റ്റിൽ ഹംസ വന്നതാണ്. അപ്പൊ അതിന്റെ നിയമം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മറ്റോ കൂടി പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, കാരണം മധ്യത്തിൽ വരുന്നൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ലാസ്റ്റിൽ വരുന്ന ഹംസ എഴുതേണ്ട രൂപം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതൊന്ന് നല്ലോണം മനസ്സിലാക്കി വെക്കുക. പിന്നീട് അടുത്തൊരു ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർ കൂടി പഠിപ്പിച്ചു തരാം. ഒന്ന്, ഇതാണ് കറക്റ്റ് വേണ്ടത്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. എത്തക്കിയോ എന്താന്ന് കേട്ടാ മനസ്സിലായിക്കോളൂ. അതായത് കെസിറിന് ശേഷമാണ് അവസാനത്തിൽ ഹംസ വന്നതെങ്കിൽ, കെസിർ വന്നു അവസാന ഹംസ വരുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. തൊട്ട് മുമ്പുള്ളതിന് കെസിർ ആണെങ്കിൽ യാഇന്റെ രൂപത്തിലിട്ട് എഴുതൽ നിർബന്ധമാണ്. കെസിർ ആണെങ്കിൽ യാഇന്റെ രൂപത്തിലിട്ട് എഴുതണം. ഒന്നാമത്തത്. ഇപ്പൊ ത്വാരി, ലാജി ഒക്കെ പോലത്തത്, അതിന് ഹംസ ഈ രൂപത്തിൽ എഴുതി ത്വാരി എന്ന റാഇന് കെസിർ ആയതുകൊണ്ടാണ്, ലാജി എന്ന ജീമിന് കെസിർ ആയതുകൊണ്ടാണ്. നമുക്ക് ഈ ചോദ്യത്തിൽ വന്നതും ഇത്തക്ക യത്തക്കി ഉ എന്നാണ്. യത്തക്കി എന്ന കാഫിന് കെസിർ ആയതുകൊണ്ട് യത്തക്കി ഉ എന്ന ഹംസ എഴുതേണ്ട യാഇന്റെ രൂപത്തിലാണ് നിയമം. അപ്പൊ അങ്ങനെയാണ്. രണ്ടാമത്തത് വാവിന്റെ രൂപത്തിൽ എഴുതണം. മുമ്പുള്ളതിന് ലമ്മാണെങ്കിൽ, ഇപ്പൊ തഹയ്യു, ഇമ്രു. ഇപ്പൊ ഇമ്രു ഉൽ കൈസ് നമ്മൾ എഴുതുമ്പോ ഇമ്രു എന്ന് വരുമ്പോഴാണ് ഇമ്രാൻ മാറും. ഇമ്രു ഉൽ കൈസ് എന്ന് റാഇന് ലമ്മ് കൊടുത്ത് വരുന്ന സമയത്ത് വാവിന്റെ രൂപത്തിലാണ് ഹംസ എഴുതുക. അപ്പൊ എന്തുകൊണ്ട് മുമ്പുള്ള റാഇന് ലമ്മായി? തഹയ്യു അത് ഹംസക്ക് ആ വാവിന്റെ മുകളിൽ എഴുതിയത് യാഇന് ലമ്മായതുകൊണ്ട്. അപ്പൊ മുമ്പുള്ളതിന് ലമ്മാണെങ്കിൽ അവസാനം വരുന്ന ഹംസന്റെ മാത്രമാണ്, നടുക്ക് വരുന്നതിന് വ്യത്യാസമുണ്ട്. അവസാനം വരുന്ന ഹംസ ഇതിന്റെ വാവിന്റെ രൂപത്തിലാണ്. ഇനി തൊട്ടുമുമ്പ് ഫതഹാണെങ്കിൽ അലിഫിന്റെ രൂപത്തിൽ എഴുതണം. ബദഅ, ഖറഅ. ഇവിടെയൊക്കെ തൊട്ട് മുമ്പ് അലിഫാണ്. അപ്പൊ ആ രൂപത്തിൽ എന്താക്കണം? ഹംസ എഴുതണം. ഇനി സുക്കൂനാണ് മുമ്പ് വന്നതെങ്കിൽ, കെസ്റല്ല, ലമ്മല്ല, ഫതഹൽ, പിന്നെ സുക്കൂനാണ് മുമ്പുള്ളത്, നീട്ടാനുള്ള മദ്ദിന്റെ അക്ഷരമാണെങ്കിൽ അവിടെ ഹംസ മാത്രമാണ്. യാ ഓടൂല, അലിഫ് ഓടൂല, ബാബ് ഓടൂല. അപ്പൊ മർ എന്നുള്ളത് റാഇന് സുക്കൂനാണ്. ഹംസ എങ്ങനെ എഴുതണം? സമാ. ഹംസ എങ്ങനെ എഴുതി? കാരണം സമാ എന്ന തൊട്ടുമ്പോ അലിഫിന് സുക്കൂനാണ്. അങ്ങനെയുള്ള സുക്കൂനാണ് മുമ്പ് വന്നതെങ്കിൽ ഹംസ മാത്രവുമാണ് എഴുതേണ്ടത് എന്നാണ് ഹംസ അവസാനത്തിൽ വരുമ്പോൾ എഴുതേണ്ട നിയമം. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. യത്തക്കി ഉ എന്ന യത്തക്കിക്ക് കെസ്റാണ്. യഖറ അവിടെ ഫതഹാണ്. യജീ യാവിന് സുക്കൂനാണ്. യജ്സി യാഇന് കെസ്റാണ്. അപ്പൊ യത്തക്കി എന്നുള്ളതിന് കെസ്റ ആയതുകൊണ്ട് യാ ഇട്ട് എഴുതണം. യഖ്റ എന്നതിന് റാഇന് ഫതഹ ആയതുകൊണ്ട് അലിഫിന്റെ മുകളിൽ എഴുതണം. യജീ എന്നതിന് യാഇന് സുക്കൂൻ ആയതുകൊണ്ട് ഹംസ മാത്രമേ എഴുതാവൂ. യാ ഇടാൻ പാടില്ല, അലിഫ് ഇടാൻ പാടില്ല, വാവ് ഇടാൻ പാടില്ല. യജ്സിഉ എന്നുള്ളതിന് സാക്ക് കെസ്റ ആയതുകൊണ്ട് യാ ഇട്ട് എഴുതണം. അപ്പം യഖ്റഊനും യജീഊനും യജ്സിഊനും എഴുതിയത് കറക്റ്റാണ്. യത്തക്കിഊന്ന് യാഇന്റെ മുകളിലാണ് എഴുതേണ്ടത്. അത് തെറ്റായിട്ടാണ് എഴുതിയത്. അതിന്റെ കാരണവുമാണ് ഞാൻ വിശദീകരിച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ടില്ല പറയൂ. മാലി എന്താണ്? എന്തായിരിക്കും പേര്? നിങ്ങൾ പറയൂ. അജ്സ ആണോ? വായിച്ചത് തെറ്റിപ്പോ എന്താ അറിയില്ല.
എഴുതേണ്ടത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്തത് ഡൗട്ടില്ല ചോദിക്കണേ, ഇനി മടിക്കരുത്. ഹംസക്ക് എഴുതുന്ന രൂപം ഒരു 2 മണിക്കൂർ നേരത്തെ ഒരു ക്ലാസ് എങ്കിലും എടുക്കാനുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മുലാരിയ ഫീൽ നെസ്ബ് കിട്ടുന്നത് ലെമ്മും പിന്നെ ലെമ്മയും ഇന്നും ഒക്കെ ജസ്മ് ചെയ്യുന്നതാണ്. നെസ്ബ് കിട്ടുന്നത് ലെൻ മാത്രമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. ചോദ്യങ്ങൾ 3 കാറ്റഗറിയിലാണ് ഏത് എക്സാമിന് വരിക, അങ്ങനെയാണ് വേണ്ടതെന്നുമാണ്. നമ്മൾ ഇവാലുവേഷൻ നടത്തുമ്പം ആ രൂപത്തിൽ വേണമെന്നുമാണല്ലോ. അതായത് സെഹിലും വേണം, മുത്തവസിത്തായതും വേണം, നല്ല കടുപ്പുള്ളതും, 3 രൂപത്തിലും വേണം. വളരെ സിമ്പിൾ ആയതും വേണം, ഒരു മിതത്വമുള്ളതും പ്രയാസമുള്ളതും വേണം. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിളായ ചോദ്യത്തിൽപ്പെട്ടതാണ്. പറഞ്ഞോളൂ. ഫൗസിയ ഏതാ ശരി? എ ആണ്. ആ, ഈ സെന്റൻസിന്റെ നിയറാ പറയാൻ കഴിയോ? റജുലുൻ മുബ്തദൻ മർഫൂഉൻ ഓക്കെ ബിളമ്മ. ഓക്കെ. കരീമുൻ ഖബർ. നിങ്ങൾ എ അല്ല ആൻസർ പറഞ്ഞു, ഖബർ പറഞ്ഞു. അപ്പൊ ശരി, സി ആണ്. 3 ശരി. റജുലുൻ കരീമുൻ. അപ്പൊ എന്താ അർത്ഥം പറയും? നിങ്ങളെ സെന്റൻസിന്റെ അർത്ഥം ഒന്ന് പറയും. ഒരു പുരുഷൻ മാന്യനാണ്. ബാക്കിയോ? യക്രിമു സൗജത്തുഹു, അവൻ അവന്റെ ഭാര്യയെ ആദരിക്കുന്നു. ഒരു സെന്റൻസ് ആണോ 2 സെന്റൻസ് ആണോ? അവന്റെ ഭാര്യയെ ആദരിക്കുന്ന പുരുഷൻ മാന്യനാണെന്ന്. ഉറപ്പിച്ചു പറഞ്ഞോളൂ. ആർക്കെങ്കിലും മാറ്റം പറയാനുണ്ടോ? എനിവൺ, സ്വാഗതം. പുരുഷൻ അവന്റെ ഷിഫയാണോ പറയുന്നത്? ഷിഫ എന്നാ കംപ്ലീറ്റ് ആക്കും, പറയൂ. റജുലുൻ കരീമുൻ യുക്രിമു സൗജത്തുഹു. അതിന്റെ ഇറാബ് പറയും ഓരോന്നിന്റെയും. റജുലൻ മുബത്തദ മർഫൂഅൻ ബിളമ്മത്തി, കരീമുൻ സിഫത്തുൻ മർഫൂഅൻ ബിളമ്മ, യുക്രിമു ഫിഅലൻ മുളാരിഅൻ മർഫൂഅൻ ബിളമ്മത്തി. ഓക്കേ. സൗജത്തുഹു മഫ്ഊലു ബിഹി. ഫായിൽ ഏതാ? യുക്രിമു അവിടെ മുസ്തത്തിർ ഇതിലായിട്ട് കിടക്കുന്നുണ്ട്. യുക്രിമു റജുലും കരീമു എന്നുള്ളത് നേരത്തെ വന്നല്ലോ. ഹുവ എന്നുള്ള കൊമ്പൻ കിടക്കുന്നുണ്ട്. അപ്പൊ അവൻ ആദരിക്കുന്നു. സൗജത്തഹു എന്നുള്ളത് മഫ്ഊലു ബിഹി മൻസൂബൻ, കംപ്ലീറ്റ് മഫ്ഊലാണ്. സൗജത്ത് മഫ്ഊൽ. സൗജത്ത്. ഓക്കേ. ഹു എന്നുള്ളത് മുളാഫ് വഹുവ മുളാഫൻ സൗജത്ത് എന്നാണ്. മറ്റേ മുളാഫൻ ഇലൈഹി മജ്റൂർ. കഴിഞ്ഞോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അത്രേ അറിയോ? അത്ര അറിയോ? അപ്പൊ എന്റെ ഒരു ചോദ്യം, റജുലു എന്നുള്ള ചോദ്യം നിങ്ങളെ ഇറാബ് എന്തായിരുന്നു പറഞ്ഞത്? മുബ്തദഉൻ. എന്നുള്ളത് മൊത്തത്തില് അത് ഖബറാണ്. ഖബർ ഫായിലായിട്ടാണ്, സോറി ഫിഅലിയായിട്ടാണ് വന്നത്. ഓക്കെ, ആയിക്കോട്ടെ. ഇനി മറ്റൊരു ചോദ്യം, റജുലു എന്നത് നെക്കിറയോ മഅരിഫയോ? നെക്കിറ. നെക്കിറ മുബത്തദാൻ പറ്റോ ഇല്ലേ? എപ്പോഴും കുഴപ്പമില്ല. കാരണം കരീമുൻ എന്നുള്ളത് അവിടെ ഇതായിട്ട് വന്നിട്ടുണ്ടല്ലോ. എന്തായിട്ട്? ഇപ്പത്തായിട്ട് അതിനൊരു സിഫ ഏകദേശം ഒക്കെ പറഞ്ഞു ഒപ്പിച്ചു. എന്നാലും ശരിയാണ്. റജുലുൻ കരീമുൻ യുക്രിമു സൗജത്തഹു. നേരത്തെ ഫൗസിയ പറഞ്ഞത് സിഫത്ത് പിന്നെ മാറ്റി പറഞ്ഞു. എന്തിനാ ഫൗസിയ മാറ്റി പറഞ്ഞത്? സിഫത്ത് തന്നെയാണ്. എന്തിനാ മാറ്റിയത് എനിക്ക് മനസ്സിലായില്ല. റജുലുൻ എന്ന് പറഞ്ഞാൽ മുബത്തദയാണ്.
കരീമായ ഒരു മനുഷ്യൻ, കരീം അതിന്റെ സിഫത്താണ്. ആ അപ്പൊ മനുഷ്യൻ ആണല്ലേ അവിടെ ഖബർ? യുക്രീമു സൗജത്തു എന്ന ജുംലയാണ്. ജുംല ഖബറായിട്ട് വരാലോ. ആയിട്ടുള്ള ഖബർ അല്ലേ? ഏത് ജുംലയാവാം, ഇവിടെ ഫീലിയ ജുംലയാണ്. ഫീലും ഫായിലും മഫൂലും കൂടിയ ജുംലയാണ് ഖബറായിട്ട് വന്നത്. ജുംലയും ഷിബ്ഹ് ജുംലയും ഒക്കെ ഖബറാവാലോ. നേരെ മറിച്ച് കരീം ഖബറായിട്ടാണ് പറയാമെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. കരീം ഖബറായിട്ടാണ് പറയാമെങ്കിൽ റജുലുൻ കരീം എന്ന് പറയൂല, അർറജുലു കരീം എന്ന് പറയും. റജുലുൻ കരീം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുബ്തദ ഖബറാക്കാൻ പറ്റൂല. കാരണം മുബ്തദ എപ്പോഴും മഅരിഫ ആവണമെന്നാണ്. നെക്കിറ ആവണമെങ്കിൽ സിഫത്തോ അല്ലെങ്കിൽ ഇളാഫത്തോ എന്തെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ മുബ്തദ നെക്കിറാക്കാൻ പറ്റൂല. ഇപ്പൊ റജുലുൻ കരീം, ഇപ്പൊ നിങ്ങൾ ബുസ്താനും ജമീലും എന്നാണ് പഠിച്ചത്, അല്ല അൽ ബുസ്താനു ജമീലുൻ, അങ്ങനെ തന്നെ വരണം. അത് അൽ എന്നുള്ളത് മാറ്റി ബുസ്താനും ജമീലും ആയി കഴിഞ്ഞാൽ ജമീലിന്റെ ഇറാബ് എന്ന് വെച്ചാൽ സിഫത്ത് എന്നാ പറയാം. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ അടച്ചോനെ. ഡൗട്ടില്ല ചോദിക്കണേ. നെഹ്വാണ്, അപ്പൊ ഓരോരോ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമല്ലോ, വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില ആൾക്ക് നന്നായിട്ട് അറിയും, ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. ഉള്ളവർ ചോദിക്കാൻ ധൈര്യമായിട്ട്, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഓപ്പൺ ആണ്, ആർക്കും അവസരങ്ങൾ. പഠിച്ചു പോവാന്നുള്ളതാ ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇനി അതുപോലത്തെ വന്നാൽ തെറ്റരുത്, അത് നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പറയാൻ ശ്രമിക്കണം. തെറ്റിയാലും കുഴപ്പമില്ല, ചോദിക്കണം, ഒരു കുഴപ്പമില്ല, അതിലൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സിഫത്താണ് ശരിയ ആൻസർ. ഇവിടെ 7ാമത്തിൽ നിന്ന് 8ാമത്തിലേക്ക് പോകാം. ഇത് പിന്നെ വലിയ പ്രയാസമുള്ളതല്ല. ആൻസർ പറഞ്ഞോളൂ, അയച്ചോളൂ. ഓക്കെ, എല്ലാവരും അയക്കണേ. എന്തായാലും സി ആണ് ശരിയത്. ഫുക്കിദ വലതുൻ, ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു. കാരണം ഫുക്കിദ നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ട വസ്തുവാണ് പറയുന്നത്, മജ്ഹൂലാക്കി പറയാണ്. ഫുക്കിദ വലതുൻ യുസമ്മ സലീം, യുസമ്മ സലീം. സലീമൻ ആണ് വേണ്ടത്. ക്രിസ്ത്യനിൽ എങ്ങനെ അങ്ങനെ സലീമൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്, സലീമൻ ഉണ്ടാവുക. ഓക്കെ, അടുത്തതിലേക്ക് പോകാലോ, പ്രയാസമല്ലല്ലോ. അടുത്തത് നേരത്തെ ജമ്മു മുഅന്നസ് സാലിമിൻ്റെത് വന്നതുപോലെ മറ്റൊരു ജമ്മു മുദക്കർ സാലിമിൻ്റെത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ, എല്ലാവരോടും പറയാറുള്ളത് പോലെ, ഫറഈയായ ഇറാബുകൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിൽപ്പെട്ടതാണ് ഇത്. സുമയ്യ, സുമയ്യ, സുമയ്യല്ലേ? പറയൂ, ഏതാണ്? നിങ്ങൾ തന്നെ. രണ്ടാമത്തെ. എന്തുകൊണ്ട്? ഓക്കെ, ബുദ്ധിമുട്ടാവണ്ടേ, പറയണ്ട. ഓക്കെ, റാഹിയ, എന്താ റാഹിയത്ത്, എന്താ പേരെന്താ? റാഹിയ എന്ന് കാണണേ, ബാക്കി കാണാത്തോണ്ടാ. അതാരാണ് ആള്? റാഹിയാനത്ത്. ഹലോ, കേൾക്കുന്നില്ലേ? ഞാനാണോ? പറയൂ. ജമ്മു മുദക്കർ സാലിം മഫ്ഊലായാലും നസ്ബ് വന്നാല് യാ നൂന് കൊണ്ടാണ് നസ്ബ് ചെയ്യുന്നത്. മൊത്തത്തിൽ അതിന്റെ ഇറാബ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ജമ്മു മുദക്കർ സാലിമിന്റെ ഫസ്റ്റ് റഫ് വന്നാല് വാവ്, നസ്ബുൻ ജറും യാ നൂന്. വാവ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബുൻ ജറും എന്നതാണ് ജമ്മു മുഅന്നസ് സാലിമിന്റെ മുദക്കർ സാലിമിന്റെ ഇറാബ്. ഇവിടെ യുൻസബു എന്നാ പറഞ്ഞത്. അപ്പോൾ അതിന്റെ ആൻസർ കറക്റ്റ് യാ നൂനും എന്നതാണ് നസ്ബ് വരുന്ന സമയത്ത്. ജറും ഇങ്ങനെ തന്നെയാണ്, റഫിന്റെ സമയത്ത് വാവും നൂനുമാവും. ഓക്കെ, ആർക്കും ഡൗട്ട് ഉണ്ടോ? അന്ന് വലിയ പ്രയാസമല്ല, ഇതൊക്കെ ഒരു മുത്തവസ്സിത്തായ ചോദ്യമാണ്. അടുത്തത് ഇത് പിന്നെ ഭാഷാർത്ഥം ചോദിച്ചാണ്, വലിയ പ്രയാസമുള്ളതല്ല.
കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്ന ഏരിയകൾ കൂടുതൽ ചർച്ച ചെയ്യാം. യഫിദു എന്നാണ്. ഏത് ആൻസർ? അയച്ചോളൂ. ഓക്കെ, ഡി ആണ് ആൻസർ. ആരോ അയച്ചതുപോലെ യജീബ്. കാരണം വഫദ യഫ്ദു, വഫ്ദ് സംഘം എന്നൊക്കെ പറയില്ലേ, യഫ്ദൂന അവരവിടുന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങോട്ട്. അങ്ങനെയുള്ള യഫ്ദൂൻ, വരുക എന്നർത്ഥത്തിലുള്ള പദമാണ് വഫദ യഫിദു എന്നുള്ളത്. അതാണ് ഇവിടെ ചോദിച്ചത്. അത് പിന്നെ ഭാഷാർത്ഥമാണ്, നേരെ നെഹ്വിലുള്ളതല്ല. ചില അങ്ങനത്തെ പദങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തത് റാഷിദാക്കെ പറയൂ, ഏതാ ആൻസർ? മഫ്ഊല് മുത്തലക്ക്. എന്താ ഈ മഫ്ഊല് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ? മൻസൂബായിട്ടുള്ള ഇസ്മായിരിക്കും. അതൊരുപാടുണ്ട് മൻസൂബായ ഇസ്മുകൾ. തുടക്കത്തില് ഇഹ്തമ്മാന്ന് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു വേർഡ് തന്നെ ആവർത്തിച്ചോണ്ടായിരിക്കും. ആ വേർഡിന്റെ എന്താണ് വരിക? എന്താ ആവർത്തിക്കുക? ഇഹ്തമ്മാന്ന് തന്നെ പറഞ്ഞാൽ മതിയോ? വീണ്ടും ഇവിടെ ഇഹ്തിമാം എന്നാ പറഞ്ഞത്. എന്ത് സാധനം ആവർത്തിക്കുക ആ വേർഡിന്റെ? മസ്ദർ. ഓക്കെ, അപ്പൊ ആദ്യം കൊടുത്ത ഫിയലിന്റെ ലഫ്ദിലോ അല്ലെ മഅനയിലോ ഉള്ള മസ്ദർ ആണ് ശേഷം കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള മൻസൂബായ ഇസ്മിനാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയാം. മഫ്ഊൽ മുത്ലഖ് എന്തിനൊക്കെ വേണ്ടിയാണ് വരിക? 3 ഇനങ്ങളുണ്ട്. തൗക്കീദിന് വേണ്ടി വരാം, നൗഇനെ ബയാൻ ചെയ്യാൻ വരാം, അദദിനെ ബയാൻ ചെയ്യാൻ വേണ്ടി വരാം. ഈ 3 രൂപത്തിൽ വരും. അങ്ങനെയുള്ള മഫ്ഊലുകൾ 5 തരാ ഉള്ളത്. അതിൽപ്പെട്ട ഒരു മഫ്ഊലാണ് മഫ്ഊൽ മുത്ലഖ്. ഇവിടെ ഇഹ്തമ്മൽ മുസ്ലിമൂന ബിൽ ബിനാ ഇഹ്തിമാമൻ, ഇഹ്തമ്മയുടെ മസ്ദറാണ് ഇഹ്തിമാമ്. ആ ഒരു ഫിയലിന്റെ മസ്ദർ ശേഷം മൻസൂബാക്കിയിട്ട് കൊടുക്കുന്നതിനാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പേര് പറയുക. ഇവിടെ തൗക്കീദിന് വേണ്ടി വന്നതാണ്. എനി ഡൗട്ട്? ചോദിച്ചോളൂ ധൈര്യമായിട്ട്, എന്തുണ്ടെങ്കിലും. ഓക്കെ, എങ്കിലും അടുത്തതിലേക്ക് പോവാം. മഫ്ഊൽ മുത്ലഖിന്റെ ബാക്കിയുള്ള നിയമങ്ങളും കൂടി പറഞ്ഞുതരുമോ? ബാക്കിയുള്ള നിയമം എന്ന് പറഞ്ഞാൽ 3 രൂപത്തിൽ വരുമെന്നാണ് പ്രധാനമായുള്ള നിയമം. അത് നൗഇനെ ബയാൻ ചെയ്യാൻ വേണ്ടി വരും, അദദിനെ ബയാൻ ചെയ്യാൻ വേണ്ടി വരും. ഇതാണ് അതിൽ കൂടുതൽ പറയാനുള്ളത്. പിന്നെ മൻസൂബായിട്ടാണ് വരിക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് കൂടുതൽ പറയാം. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമം അതിൽ പറയാനില്ല. 3 രൂപത്തിൽ വരുന്നതും അതിന് ഉദാഹരണങ്ങൾ മനസ്സിലാക്കേണ്ടതും. അടുത്തതിൽ പോകാലോ. ഓക്കെ, ഓക്കെ. മസ്ജിദ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ഇസ്മു മക്കാനാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിന് വേണ്ടിയാണ് മസ്ജിദ് എന്ന് ഉപയോഗിക്കാറുള്ളത് നമ്മൾ സാധാരണഗതിയിൽ. അതാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ ഇസ്മ മക്കാനായിട്ടാണ് വരിക. സാധാരണഗതിയിൽ മഫ്അല് എന്ന രൂപത്തിൽ, മഫ്ഇലി എന്ന രൂപത്തിൽ, ഈ 2 രൂപത്തിലാണ് ഇസ്മു മക്കാന്റെ വസ്ന് വരാറുള്ളത്. മഫ്അല്, മഫ്ഇൽ. അതിലൊരു സാധാരണ മഫ്അൽ എന്ന രൂപത്തിൽ വരിക യഫ്അലു എന്നോ യഫ്ഉലു എന്നോ, യഫ്അലു അല്ലെ യഫ്ഉലു എന്ന രൂപത്തിൽ മുളാരി വരുന്നതിനാണ് സാധാരണ മഫ്അൽ എന്ന് വരാറുള്ളത്. അപ്പം സജദ യസ്ജുദു എന്ന് ലമ്മാണ് സത്യത്തിൽ. അവ കറക്റ്റ് മസ്ജിദ് എന്നാണ് നേരെ വരികയാണെങ്കിൽ വരേണ്ടത്. എന്നാൽ ചില പദങ്ങൾ സമായി ആയിട്ട് അല്ലെങ്കിൽ ആ കായികക്ക് നിയമവിരുദ്ധമായിട്ടൊക്കെ വരാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മസ്ജിദ്, മശ്രിഖ് ഒക്കെ പറയുന്നത് പോലെ. ഇപ്പൊ ഏതായാലും അത് ഇസ്മ മക്കാനാണ് മസ്ജിദ് എന്നുള്ളത്. ഇത് പിന്നെ നേരത്തെ വന്ന പോലെ ഇങ്ങനത്തെ 1-2 ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട് പല പരീക്ഷകൾക്കും ഇതുപോലത്തെ ചോദ്യങ്ങൾ. അപ്പം ചില പദങ്ങളൊക്കെ ജമ്മും മുഫ്രദും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് എളുപ്പമാണ്. ഹക്കിലിന്റെ ജമ്മാണ് ഹുക്കൂൽ എന്നുള്ളത് അറിയാവുന്നവർക്ക് വലിയ പ്രയാസമല്ല, കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പദങ്ങളാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത
ജമ്മ് കുറച്ച് പ്രയാസമുള്ള പദങ്ങളും വരാറുണ്ട്, അത് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ താജിന്റെ ജമ്മ എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെ ഹൗദിന്റെ ജമ്മ എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഹൂത്തിന്റെ ജമ്മ എന്താണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും വരാറുണ്ട്. ആ ജമ്മുകൾ ചിലത് പ്രയാസമുള്ളതുണ്ട് ജമ്മു തഫ്സീറിന്റെ കൂട്ടത്തിൽ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായത് കൊണ്ട് ഏകദേശം എല്ലാവർക്കും ശരിയായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കും. 14. ഞാൻ എന്നും പറയാറുണ്ട്, ക്ലാസ് എടുക്കുന്ന ഏത് ക്ലാസ് എടുക്കുമ്പോഴും ഒരു ചോദ്യം അതതെന്ന് വരാത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ല. ഒരു ചോദ്യം അതിൽ കൂടുതലുള്ളൂ. നല്ല ധാരാളം അത് പഠിക്കാണ്ട് ക്ലാസ്സുകളിൽ ഞാൻ എടുക്കാറുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കൃത്യമായിട്ട് വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതതിൻ്റെ നിയമമൊക്കെ ഒന്നെടുത്ത് കേട്ടു നോക്കുക, അല്ലെ സംശയങ്ങളുടെ ചോദിക്കുക. അപ്പോ ആരാണ്? അൻസിയ. അൻസിയ പറയൂ, ഏതാണ് ശരി? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് വലത് എന്നുള്ളത് മുദക്കറായതുകൊണ്ട് നമ്മള് ഹംസത്തിന് ഹംസ് എന്നുള്ളതിന് ഹംസത്ത് എന്ന് മുഅന്നസാക്കി, പിന്നെ അഷർ എന്നുള്ളതിന് മുദക്കറാക്കുകയും ചെയ്തു. ബിന്ദായിരുന്നു മൂന്നാമത്തെ ആൻസർ. ശരിയാണെങ്കിൽ അവിടെ എങ്ങനെ വരണം? അപ്പോ ഹംസ അഷറത്ത. വെരി ഗുഡ്. അപ്പൊ വലതൻ എന്നുള്ളതാണ് ശരി. കാരണം 13 മുതൽ 19 വരെ എണ്ണുന്നതിന്റെ നിയമമാണ്. ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. ഈ 2 പാറ്റേൺ ആണ് വരിക. സലാസ അശറത്ത, അർബ അശറത്ത. സലാസയില് താ ഇല്ല, അഷറയിൽ താ ഉണ്ട്. ഫസ്റ്റ് ഭാഗത്തിലില്ല, അഷറയിലുണ്ട്. രണ്ടാമത്തത് സലാസത്ത് അഷറ, അർബത്ത് അഷറ. ആദ്യ ഭാഗത്ത് താ ഉണ്ട്, അഷറയിൽ താ ഇല്ല. ഈ 2 രൂപമാണ് മുറക്കബായ 13 മുതൽ 19 വരെ ഉള്ളതിന് വരിക. ഈ 2 പാറ്റേൺ, 2 താ വരുന്ന രൂപവും ഇല്ല. അതായത് സലാസത്ത അഷറത്ത എന്ന രൂപമേ ഇല്ല. 2 താ ഇല്ലാത്ത സലാസ അഷറ എന്ന രൂപവും ഇല്ല. ഒരു സ്ഥലത്ത് താ ഉണ്ടാവും. ഒന്നെങ്കിൽ ആദ്യ ഭാഗത്ത് താ, രണ്ടാമത്തേലില്ല. അല്ലെ ആദ്യ ഭാഗത്തിൽ ഉണ്ടാവില്ല, അപ്പൊ രണ്ടാമത്തേൽ ഉണ്ടാവും. ആദ്യ ഭാഗത്ത് താ ഇല്ല, രണ്ടാമത്തേൽ താ ഉള്ളത് മുഅന്നസിന്റെ കൂടെയും ആദ്യത്തിൽ താ ഉണ്ട്, അഷറയിൽ താ ഇല്ലാത്തത് മുദക്കറിന്റെ കൂടെയുമാണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ദാ സലാസ അഷറത്ത ത്വാലിബത്തൻ, അർബ അഷറത്ത ത്വാലിബത്തൻ. ത്വാലിബത്ത് വന്നപ്പോൾ അഷറയുടെ കൂടെ താ ഉണ്ട്, ആദ്യ ഭാഗത്തില്ല. ത്വാലിബ് എന്നായപ്പോൾ സലാസയുടെ ആദ്യ ഭാഗത്ത് താ ഉണ്ട്, അഷറയിലില്ല. ഈ രൂപത്തിലാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ വലത് എന്നതാണ് കറക്റ്റ് ആയിട്ട് വരിക. കാരണം കൊടുത്തതിൽ ആദ്യ ഭാഗത്ത് താ ഉണ്ട്, അഷറയിൽ താ ഇല്ലാതെ വരുമ്പം വലതൻ എന്നുള്ളത് ശരിയാവും. ആ ഓപ്ഷൻ അല്ലാത്ത ബാക്കി ഓപ്ഷനൊക്കെ തെറ്റാണ്. കാരണം അതിലുള്ള ഓപ്ഷൻ പരിശോധിച്ചാൽ അറിയാം. ഒന്നാമത്തത് ബനാത്താണ്, രണ്ടാമത്തെ ഔലാദാണ്. രണ്ടും ജമ്മാണ്, ജമ്മ് വരികയില്ല. കാരണം പിന്നെ 11 മുതൽ 100 വരെ 99 വരെ ഉള്ളതിന് ഏതിന്റെ കൂടെയും മുഫ്രദാക്കി നസ്ബ് ചെയ്യണം എന്നാണ് മഅദൂദിന്റെ നിയമം. 1ഉം 2ഉം ഓൾറെഡി തെറ്റാണ്. പിന്നെ ബിന്ദ് എന്നത് പറയുകയാണെങ്കിൽ ഹംസ അഷറത്ത എന്ന് പറയേണ്ടിയിരുന്നു. അപ്പൊ അതും തെറ്റാണ്. വലതൻ എന്നുള്ളതാണ് ശരിയായത്. എനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അതതിന്റെ ഡൗട്ടുകളിൽ ചോദിക്കാവുന്നതാണ്. ഇത് ഇല്ല എന്ന് വിചാരിക്കണം. and 15. ജുമാന സാർ ഏതാ ശരി? 3. എന്തുകൊണ്ട്? അത് മറ്റേ ഐറ മുൻസരിഫ് ആയതുകൊണ്ട് അത് ജർ ചെയ്യുന്നത് ഫത്തഹത്ത് കൊണ്ടാണ്. ഐറ മുൻസരിഫ് ആവാനുള്ള കാരണം എന്താണ്? അത്തിഷാന എന്ന വാക്കിന് എന്നൊരു കാരണം വേണ്ടേ ഐറ മുൻസരിഫ് ആവണമെങ്കിൽ? അത് ഇതിന്റെ കൂട്ടത്തിൽ ഉള്ളതല്ലേ? ഇതിന്റെ കാരണം കൂടെ കിട്ടിയാലേ ഇനി ഇതുപോലത്തെ കണ്ടാ മനസ്സിലാവും. എന്താ കാരണം? വേറെ ആരെങ്കിലും ഒന്ന് പറയൂ. സായിദായ എന്താണ്? അതോട് പറയണം. 2 കാരണങ്ങൾ വേണ്ട. സായിദായ ആരോ അലം എന്നൊക്കെ പറഞ്ഞു. അലമല്ല, സിഫത്താണ്. സിഫത്തിന്റെ ഒരു ഗണുണ്ട്, അലമിന്റെ ഒരു ഗണുണ്ട്. സിഫത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് അലിഫുൻ നൂനും സായിദയായിട്ട് വരിക. അലമിലുണ്ടത്. ഉസ്മാനൊക്കെ അലിഫുൻ നൂനും സായിദ അലമാണ്.
പക്ഷെ ഇത് സിഫത്താണ്, ദാഹിക്കുന്നവൻ അല്ലേ, ഒരു അലമല്ലല്ലോ, സിഫത്തിന്റെ കൂട്ടത്തിലുണ്ടത്. അപ്പൊ അലിഫുൻ നൂനും ദായിദയായിട്ടുള്ള സിഫത്താണ്, അത് മംനൂ മിന സർഫാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മംനൂ മിന സർഫും ഈ ഫർഇയായ ഇറാബിൽ പെട്ടതാണ്, ഫതഹത്ത് കൊണ്ടാണ് ജെറ് ചെയ്യുക. അപ്പൊ ലാ തബ്ഖൽ അല അതുഷാന എന്നുള്ളതാണ് ശരിയായത്. ഓക്കെ ആണോ? ഫഅലാൻ വസ്നല്ലേ? ഫഅലാൻ അതെ, ഫഅലാൻ വസ്ന നമ്മൾ എളുപ്പത്തിൽ പറയുന്നു. അതിന് അലിഫുൻ നൂനും സായിദിയ അലമ് എന്ന രണ്ട് കാരണങ്ങൾ അതാണ്. ഒന്ന് അലിഫുൻ നൂനും സായിദിയ എന്നുള്ളതും ഒന്നത് പറഞ്ഞ സിഫത്തായി എന്നുള്ളതും. രണ്ട് കാരണങ്ങൾ വേണമല്ലോ. ഒരു കാരണം കൊണ്ട് മംനൂ മിന സർഫ് ആകുന്ന 3 എണ്ണം ഉള്ളത്. അതൊന്ന് മുൻതഹൽ ജമ്മാണ്, ഒന്ന് മംദൂദയുടെ ഇതാണ്, ഒന്ന് മക്സൂറയാണ്. ഇത് മൂന്നും ഒരു കാരണം കൊണ്ട് മംനൂ മിന സർഫ് ആവും. ബാക്കിയുള്ള 2 കാരണം വേണം. ഒന്നെങ്കിൽ അലമ്, അലമിന്റെ കൂടെ കുറെ കാരണങ്ങൾ, മുഅന്നസ് ആവുക, അജമി ആവുക, അല്ലെങ്കിൽ സിഫത്ത്, സിഫത്തിന്റെ കൂടെ കുറെ കാരണം. 2 കാരണങ്ങൾ വരാം. അപ്പൊ ഇതിലുള്ള കാരണം അലിഫുൻ നൂനും സായിദയാണ്, സിഫത്താണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. പതിനാറ്. മുഹമ്മദ് സാദിഖ്. മുഹമ്മദ് സ്വാദിഖ് പറയൂ, ഏതാണ് ശരി? ഹാല് ഒന്നാമത്തത് ഹാല്. അതിന്റെ സ്വാഹിബുൽ ഹാൽ ഏതിൽ നിന്നാണ് ഹാല്? ഏതിൽ നിന്നാണെന്നല്ലേ? സ്വാഹിബുൽ ഹാൽ എന്ന് പറഞ്ഞു വരുമല്ലോ ഹാല് വരുമ്പോ. സ്വാഹിബുൽ ഹാല് എന്നാണ് അർത്ഥം. എന്താ? അവർ നിങ്ങളെ ഉപേക്ഷിച്ചു, നിങ്ങൾ നിൽക്കുന്നവനായിട്ട്. ക എന്ന മഫ്ഊലിൽ നിന്നാണ് ആ ഹാൽ ഇട്ടോ. ആൻസർ ശരിയാണ്, ഹാലാണ്. മഫ്ഊലിൽ നിന്നും വരുന്ന ഹാലാണ് ഖായിമൻ എന്നുള്ളത്. ഹാല് മൻസൂബാണ്. ഫായിൽ എന്തായാലും പോലെ നായിബ് ഫായിൽ, രണ്ടും മർഫു ആണ്, ബദലുമല്ല. ശരിയായത് ഹാലാണ്. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? ഓക്കെ. പതിനേഴ്. ഇത് പിന്നെ പാരഗ്രാഫ് കവിത കൊടുത്ത് അതിൽ നിന്നുള്ള വരി ചോദിച്ചതാണ്. നെഹ്വ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്നല്ലോ. വൽമാഉ ഹൗലക ഫില്ലത്തുൻ ദഖറാഖ. ഓക്കേ, അയച്ചോളൂ, എല്ലാരും അയച്ചോളൂ. ഷംനാസേ, ഏതാണ്? സിഫത്ത്. ഓക്കെ. മുദാഫുൻ ഇലൈഹി ഒന്നും ആവാൻ പറ്റൂലല്ലോ? ഇല്ല. ഓക്കെ, ശരിയാണ് ആൻസർ. സിഫത്താണ്. ഫില്ലത്തുൻ റഖറാഖ, നല്ല തിളങ്ങുന്ന റഖറാഖ എന്ന് പറയുന്നത് ഫില്ലത്തിന്റെ സിഫത്തായിട്ടാണ് വന്നത്. അർത്ഥവും കൂടി നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഇനി കാറ്റഗറി 4 അവസാന നെഹ്വിന്റെ ചോദ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, കഴിഞ്ഞു, 17 ആവുന്നത്. ഓക്കെ, ഇനി കാറ്റഗറി 3 ആണ്. അതിൽ 10 ചോദ്യങ്ങൾ കൂടിയാണ്. അത് കഴിഞ്ഞാൽ ഏകദേശം കഴിയും. ഇതുവരെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തേലേക്ക് കടക്കാം, സമയം വെറുതെ കളയുന്നില്ല. ജാനിഷ. അതെ, പറയൂ. ഇസ്മാലത്താണ് മിക്നസത്ത്. എന്താണ് ഇസ്മാലത്ത് എന്ന് പറഞ്ഞാല്? ഇസ്മാലത്ത് നമ്മള് മിഫലത്ത് വസിലില് വരുന്നതല്ലേ?
മിഫ്അലത്ത് വസ്ന് മാത്രമാണോ? മിഫ്അലത്ത് വസ്ന് മാത്രമാണോ? പ്രധാനമായിട്ടും 3 വസ്നാണ്. മിഫ്അല്, മിഫ്ആല്, മിഫ്അലത്ത്. ഇത് 3ഉം കോമൺ ആയിട്ട് വരുന്ന നിയമമാണ്. മിഫ്അല് എന്ന് വരാം, മിഫ്അലത്ത് എന്ന് വരാം, മിഫ്ആൽ എന്ന് വരാം. മിൻഷാർ എന്നൊക്കെ പറയാറില്ലേ ഈർച്ചവാളിന്, മിൻഷാർ മിഫ്ആല് വസനാണ്. എന്നാൽ മിഫ്അൽ എന്നും വരാം. മിഫ്ആൽ, മിഫ്താഹ് എന്നൊക്കെ മിഫ്ആൽ വസനാണ്. മിഫ്അലത്ത് എന്ന് വരാം. ഇത് കോമൺ ആയിട്ടുള്ള. എന്നാൽ ആധുനികമായിട്ട് ഫാഊല്, ഫഅാല് പോലെയുള്ളതും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഹാസൂബ് എന്നൊക്കെ ഉള്ളത് ഹിസാബിനുള്ള ഉപകരണമാണ്. ഫഅാല്, സല്ലാജ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ആലത്താണ്. അങ്ങനെ ഫഅാല്, ഫഊലൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും പഴയ നിയമം അനുസരിച്ചുകൊണ്ട് മിഫ്അല്, മിഫ്ആല്, മിഫ്അലത്ത് എന്നുള്ളതാണ്. കനസ എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക, തൂത്തുവാരുക എന്നാണ്. അതിന്റെ ഇസ്മു ഫായിലാണ് മിക്നസത്ത്. അടിച്ചു വാരാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചൂലിനാണ് മിക്നസത്ത് എന്ന് പറയാ. തിരുവനന്തപുരത്തേക്കൊക്കെ തൊറാപ്പാന്നോ അങ്ങനെ എന്താണ് പറയാ, എനിക്ക് വേണ്ടി ഞാൻ മറന്നുപോയി അല്ലേ? തിരുവനന്തപുരമൊന്നുമില്ലേ? ആ ഓക്കെ. ഏതായാലും അതാണ് ഇസ്മുൽ ആലത്താണ് മിക്നസത്ത്. ഓക്കെ ആണോ? അറബി ഭാഷയുടെ ഒരു സൗന്ദര്യം അതാണ്. നമുക്ക് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഏതിൽ നിന്നും ഏതും ഉണ്ടാക്കാം. ഒരു പദം കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ ഉപകരണത്തിന്, അതിന് ഇസ്മു മക്കാനി, ഇസ്മു സമാനി, ഇസ്മുൽ ഹൈഅത്ത് ഒക്കെ ഉണ്ടാക്കാം. അതിന്റെ സുഖം. ഓക്കെ അല്ലേ? രണ്ടാമത്തേലേക്ക് ഡൗട്ടുകളുടെ ചോദിക്കണേ, ചോദിച്ചില്ല. വീണ്ടും വന്നു ആയത്. കഴിഞ്ഞ 4ൽ 1 വന്നു, 3ൽ 2 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജുമാന, ജുമാന, ജുമാനല്ലേ? ഞാൻ വണ്ടിയിലാണ്. ആണോ? അഷീറ ഉണ്ട് സാർ. പറയൂ. ഹംസത്ത അഷറ ബലദ്. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞ നിയമം അനുസരിച്ച് എന്താ വരിക? ബലദ് എന്നത് മുദക്കർ ആയതുകൊണ്ട് ആദ്യ ഭാഗത്ത് താ ഉള്ള, അഷറയിൽ താ ഇല്ലാത്തത് പറയണം അല്ലേ? ഇതാണ് നിയമം. അത് ഓപ്ഷൻ എടുക്കുമ്പം ഹംസത്ത അഷറ എന്നുണ്ട്, ഹംസത്തി അഷിരി എന്നുമുണ്ട്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ശരിയാവാത്തത്? ഇലയല്ലേ വന്നത്? അല്ല, ഇവിടെ ഇത് വരണമല്ലോ, ഹംസത്ത അഷറ എന്നുള്ള അങ്ങനെ വരുള്ളൂ. എന്താ അങ്ങനെ വരും എന്ന് പറയാൻ കാരണം? അതിനൊരു കാരണം വേണല്ലോ അല്ലേ അഷീറ? ഞാൻ ആ വാക്ക് പറഞ്ഞു. അതൊക്കെ ഫൗസിയ പറയട്ടെ. ഫൗസിയ, മംനൂ മിന സർഫ് ആണെങ്കിൽ അതിന്റെ കാരണം എന്താ? അതിന് കാരണമാണല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു മംനൂ മിന സർഫ് ആവണമെങ്കിൽ അലമും അതിന്റെ കൂടെ, അല്ല സിഫത്തും അതിന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു കാരണം വേണ്ടേ? അത് പറ ഫൗസിയ. അങ്ങനെ രൂപമാണ് ഇത് വന്നത്. മഅദൂദിന്റെ ഇറാബായിരിക്കും അതിനുണ്ടാവുക. അങ്ങനെ ആരോ പറഞ്ഞു? ഒരിക്കലുമല്ല. 12, 13 മുതൽ 29 വരെ അങ്ങോട്ട് വെറ്റ ഷീറ കിട്ടുന്നില്ല. ഇത്രയൊന്നും പ്രയാസപ്പെടാനില്ല. 11 മുതൽ 19 വരെയുള്ള അതതിന്റെ കൂട്ടത്തിൽ 11ന്റെയും 12ന്റെയും ആദ്യ ഭാഗമല്ലാത്ത ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതിൽ രണ്ടിലും അഷറ, 13 മുതൽ 2 ഭാഗവും ഫതഹിന്റെ മേൽ മബ്നിയാണ്. അല്ലാണ്ട് അത് മംനൂ മിന സർഫ് ആയതുകൊണ്ടോ അല്ലെ മറ്റു കാരണങ്ങളുണ്ടല്ലോ. ഫതഹിന്റെ മേൽ മബ്നിയാണ്. മബ്നി എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റം വരാത്തത് ഇറാബില്. അപ്പൊ ഹംസത്ത അഷറ എന്നുള്ളത് ഇനി ഇല വന്നാലും അല വന്നാലും എവിടെയാണെങ്കിലും ഹംസത്ത അഷറ തന്നെ വരൂ. അത് മബ്നിയാണ് ഫതഹിന്റെ മേൽ ഇറാബ്. ക്ലിയർ ആണോ? അപ്പൊ രണ്ടാമത്തെ നിങ്ങളെ കൊടുത്തതാ വെറുതെ. കാരണം ഇലയല്ലേ, അപ്പൊ ജറാണല്ലോ എന്ന് വിചാരിച്ച് പല ആൾക്കാരും ഹംസത്തി അഷറ എഴുതിപ്പോ അറിയാവുന്നവർ തന്നെ. അങ്ങനെയല്ല, അത് മബ്നിയാണ് എന്നുകൂടി മനസ്സിലായ ആൾക്കാർക്ക്
ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്തേക്ക് പോവും. അടുത്തത് എല്ലാവരും ഡി ആണ് ആൻസർ പറയുന്നത്. ആൻസർ ഡി തന്നെയാണ്. കാരണം ഇന്നാന്ന് വായിക്കേണ്ട സ്ഥലം എവിടെയൊക്കെയാണ് ആ സ്ഥലങ്ങളും ജസ്റ്റ് പഠിച്ചോളൂ. ഇത് ഓർത്ത് വെക്കണേ. ഒന്ന് ഇവിടെ വിദായത്തുൽ കലാമാണ്, അലക്ക് ശേഷമാണ്, ജവാബുൽ ഖസമിലാണ്. നോക്കിക്കോളൂ. ഒന്ന് അവ്വലുൽ കലാമിൽ വന്നാൽ, ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാൽ അവിടെ ഇന്നാന്ന് വായിക്കണം. ഇന്നയും അന്നയും തൗക്കീദിനാണ്. ഇന്നാന്ന് വായിക്കൽ നിർബന്ധമുള്ള സ്ഥലം തുടക്കത്തിൽ വന്നാൽ ഇന്ന മുഹമ്മദൻ ഖായിം എന്ന് പറയും. ഒരു സ്ഥലം മറക്കരുതേ. രണ്ട്, സ്വിലയായിട്ട് വരുന്ന ജുംലയുടെ തുടക്കത്തിൽ വന്നാൽ, ഒരു മൗസൂലയുടെ അല്ലദീ, അല്ലദീന, അല്ലത്തി പോലെയുള്ള മൗസൂലയുടെ ഇസ്മു വന്നാൽ അതിനൊരു സ്വിലയുണ്ടാകും. സ്വില ഒരു ജുംലയായിരിക്കും എന്ന് പറഞ്ഞാൽ ആ മൗസൂലക്ക് ശേഷം ഒരു ജുംല വരൽ നിർബന്ധമാണ്. ആ ജുംലയാണ് മൗസൂലയുടെ സിലയായിട്ട് വരിക. ആ വരുന്ന ജുംലയുടെ സ്വിലയായിട്ട് വരുന്ന ജുംലയുടെ തുടക്കത്തിൽ വന്നാലും ഇന്നാന്ന് വായിക്കണം. സുർത്തുല്ലദീ ഇന്നി ഉക്രിമുഹു, അവിടെ ഇന്നി ഉക്രിമുഹു എന്ന് പറയുന്ന ജുംലയാണ് അല്ലദി എന്ന മൗസൂലയുടെ സ്വില. ആ സ്വിലയായിട്ട് വന്ന ജുംലയുടെ തുടക്കത്തിൽ വന്നപ്പോഴും ഇന്നാന്ന് വായിച്ചു. ഇത് രണ്ടാമത്തെ സ്ഥലം. മൂന്ന്, ഖസമിന്റെ ജവാബായിട്ട് വരിക. അവിടെ നിർബന്ധമായിട്ട് വരുന്നത് ലാം ഉണ്ടെങ്കിലാണ് ഖബറിൽ. ഇവിടെ ഓപ്ഷനിൽ സത്യത്തിൽ അത് പറഞ്ഞിട്ടില്ല. ലാമില്ല എങ്കിൽ ജായിസ് ആണ്. എന്നാലും അവിടെ ഖസമിന്റെ ജവാബ് എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ പരിഗണിക്കാം. കാരണം അങ്ങനെ അതിൽ ഓപ്ഷനിൽ ഉള്ളൂ. അപ്പൊ ലാമുള്ള ഖസമിന്റെ ജവാബായിട്ട് വരിക, ഖബറിൽ ലാം ഉണ്ടാവുകയും ചെയ്യുക. വല്ലാഹി ഇന്ന ഹാമിദൻ ല ഖായിമുൻ, അള്ളാഹിനെ തന്നെ സത്യം, തീർച്ചയായും ഹാമിദ് നിൽക്കുന്നവനാണ്. ഇവിടെ ഇന്നാന്ന് വായിക്കണം. കാരണം വല്ലാഹി എന്ന ഖസമിന്റെ ജവാബാണ് ഹാമിദുൻ ഖായിമുൻ എന്നുള്ളത്. അവിടെ ല ഖായിമുൻ എന്ന ഖായിമുൻ എന്ന ഖബറിൽ ലാമുമുണ്ട്. ലാം ഇല്ലെങ്കിൽ അവിടെ ജായിസ് ആണ് വായിക്കൽ. ലാം ഉള്ളത് കൊണ്ട് എന്താണ് നിർബന്ധമായിട്ടും ഇന്നാന്ന് വായിക്കണം. മൂന്നാമത്തെ. നാല്, കൗലിന് ശേഷം, കൗല് കാല അതിന് ഏതിന് ശേഷം വന്നാലും ഇന്നാന്ന് വായിക്കണം. കുൽത്തു ഇന്ന ബഷീറൻ, അതിനുശേഷം ഇന്നാന്ന് വായിക്കണം. അഞ്ച്, ജുംല ഹാലായിട്ട് വരാലോ. ആ ഹാലായിട്ട് വന്ന ജുംല ഉണ്ടല്ലോ, ആ ജുംലയുടെ തുടക്കത്തിൽ വന്നാലും ഇന്നാന്ന് വായിക്കണം. സുർത്തുൽ വസീറ വ ഇന്നി ദു അമലി, ഞാൻ ആ മന്ത്രിയെ സന്ദർശിച്ചു, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ സന്ദർശിച്ചത്. അവിടെ വ ഇന്നി ദു അമലി എന്ന് പറയുന്ന ജുംല ഹാലാണ്, ആ വാവ് ഹാലിയാണ്. അതിന്റെ തുടക്കത്തിൽ വന്നപ്പോഴും ഇന്നാന്ന് വായിച്ചു. അവിടെ നിർബന്ധമാണ്. ആറ്, അഫ്ആലുൽ കുലൂബിന്റെ ശേഷം വരിക. അവിടെയും ഖബറിൽ ലാം ഉണ്ടാകുക. അഫ്ആൽ കുലൂബ് എന്ന് പറഞ്ഞാൽ ഷെക്ക് വൽ യക്കീന്റെ ഫീൽ തന്നെ ഹസിബ ഖാല പോലെയുള്ള, അല്ലെ അലിമ റഅ തുടങ്ങിയ അങ്ങനെയുള്ള രണ്ട് മഫ്ഊൽ വരുന്ന പല ഫീലുകളുണ്ട്. അഫ്ആലുൽ കുലൂബ് അല്ലെങ്കിൽ അഫ്ആലു ഷെക്കി വൽ യക്കീൻ എന്നൊക്കെ പഠിക്കാനുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാലും അലിംതു ഇന്ന മുഹമ്മദൻ ല ഖായിം എന്നാണ് പറയാ. അവിടെയും ഖബറിൽ ലാം ഉണ്ടെങ്കിലാണ് നിർബന്ധമായിട്ടും ഇന്നാന്ന് വായിക്കുന്നത്. നിർബന്ധമുള്ള സ്ഥല പറയുന്നത്, ജായിസ് ഒന്നും ഇവിടെ പറയുന്നില്ല. ഞാനത് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇത് 6. 7, കല്ല എന്ന പദത്തിന് ശേഷം വന്നാൽ, അതൊക്കെ എളുപ്പം മനസ്സിലാക്കാൻ. കല്ല ഇന്നൽ ഇൻസാനലി എത്തുക എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. കല്ലയ്ക്ക് ശേഷം വന്നിട്ടുണ്ട്. 8, അല എന്ന പദത്തിന് ശേഷം, അല ഇന്നഹും ഹുമുസ് സുഫഹാ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അല എന്ന പദത്തിന് ശേഷം ഇന്നാന്ന് വായിക്കണം. 9, ഹൈസുവിന് ശേഷം വന്നാൽ, സുർത്തുക്ക ഹൈസു ഇന്നക്ക മരീദുൻ, ആ ഹൈസു എന്ന ലർഫിന്റെ ശേഷം വന്നാലും ഇന്നാന്ന് വായിക്കണം. 10, ഇത് എന്ന പദം അവസാനത്തേതാണ്. ഇത് എന്നതിന് ശേഷം വന്നാലും തഅല്ലം അന്നഹ്വ ഇത് ഇന്നഹു സഹലുൻ, നഹ്വ് പഠിച്ചോ, കാരണം അത് വളരെ എളുപ്പമാണ്. ഇത് എന്ന ശേഷം വന്നാൽ ഇന്നാന്ന് വായിക്കണം. ഈ 10 സ്ഥലങ്ങളിൽ ഇന്ന എന്ന് വായിക്കൽ നിർബന്ധമുള്ള സ്ഥലമാണ്. അതിലെ 3 സ്ഥലങ്ങളിലെ ഉദാഹരണം, 3 സ്ഥലങ്ങളാണ് അവിടെ കൊടുത്തത്. പിന്നെ കുല്ലും സഹീഹും എന്നുമാണ് കൊടുത്തത്. അപ്പൊ കുല്ലും സഹീഹുൻ എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഈ സ്ഥലങ്ങളൊക്കെ റെക്കോർഡറാണ്. നിങ്ങൾ വീണ്ടും കേട്ടിട്ട് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. കാരണം ഒറ്റയടിക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ സംശയം ചോദിക്കുക. പക്ഷെ അത് ബൈഹാർട്ട് ആക്കി വെക്കൽ അത്യാവശ്യമാണ്. ഇനി ഡൗട്ട്?
അറബി ഭാഷയുടെ പ്രത്യേകത ആണല്ലോ നഹ്വ് എന്നുള്ളത്. കാരണം വായിക്കണമെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് വളരെ പ്രത്യേകത. ഓക്കെ ആണോ? നമുക്ക് പിന്നെ എങ്ങനെ വായിച്ചാലും കുഴപ്പമില്ല അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഡൗട്ടില്ലല്ലോ. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം. ആൻസർ പറ്റേ? സാഫിയ, സാറേ നീ എന്നെ പറയണം. സമയത്തു അഗനിയാത്ത ജമീലത്തെ മഫൂലായിട്ടാണ് വന്നിക്കുന്നത്. മഫ്ഊലായിട്ട് വന്നു. ഓക്കെ, മഫ്ഊൽ എന്താ ഇറാബ്? നസ്ബ്. നസ്ബ്. അപ്പൊ അഗ്നിയാത്ത എന്ന് പറഞ്ഞാൽ നസ്ബാണ്. അഗ്നിയാത്ത് എന്നുള്ളത് മുഫ്രദാണോ ജമ്മാണോ? ഉഗ്നിയാത്താണ്. അഗ്നിയാത്ത് ഉഗ്നിയാത്ത് മുഫ്രദാണോ ജമ്മാണോ? ജമ്മാണ്. ജമ്മാണ്. ജമ്മാണെങ്കിൽ മുഫ്രദ് എന്താ? പോട്ടെ, ഏത് ജമ്മാണ്? ജമ്മു തക്സീർ, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം, 3 തരത്തിലാണ് ജമ്മുള്ളത്. ഏത് ജമ്മാണ്? ജമ്മു മുഅന്നസ് സാലിം. ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇറാബ് എന്താ? കസ്രത്ത് കൊണ്ട് നസ്ബും ചേർക്കും. കസ്രത്ത് കൊണ്ട് നസ്ബും ചേർക്കും. ഇവിടെ നസ്ബിന്റെ സ്ഥാനത്താണോ ജെറിന്റെ സ്ഥാനത്താണോ? അഗനിയാത്തിന്നാണ്. അപ്പൊ ഞാൻ മട്ടലെടുത്ത് അടിക്കേണ്ടത്. നേരത്തെ നിന്നോട് ചോദിച്ചത് തന്നെയാണ്. ബനാത്ത് ചോദിച്ചത് നിന്നോടല്ലായിരുന്നോ? പിന്നെ എന്നിട്ട് തെറ്റിപ്പോയത്? എനിക്ക് സാഫിയോട് അങ്ങനെയൊക്കെ പറയാട്ടോ, എന്റെ വിദ്യാർത്ഥിയുടെ ആയതുകൊണ്ടാണ്. നിങ്ങള് ഓക്കെ. അപ്പൊ അഗ്നിയാത്തിൻ എന്നുള്ളത് ശരിയായത്. കാരണം സമീഅത്തു, ഞാൻ കേട്ടു. ഇനി മഫ്ഊലാണ്. മഫ്ഊൽ നസ്ബാന്ന് ചാടിക്കടന്ന് സാഫി അഗ്നിയാത്ത എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് പരീക്ഷക്കാർക്കും ആവശ്യം. അങ്ങനെ നിങ്ങൾ പറയും കുറച്ച് ആളുകളെങ്കിലും. അപ്പൊ തെറ്റും. ജമ്മു മുഅന്നസ് സാലിമാണ്. ഒന്നും കൂടി ഞാൻ പറയാണ്, ഫർഇയായ ഇറാബുകൾ കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അഗ്നിയാത്ത് അല്ല ഉഗ്നിയാത്ത് എന്നാണ്. അപ്പൊ ജമ്മു മുഅന്നസ് സാലിം ആയതുകൊണ്ട് കെസ്റത്ത് കൊണ്ടാണ് നസ്ബ്. വായിക്കുമ്പോൾ സമീഅത്തു ഉഗ്നിയാത്തിൻ ജമീലത്തൻ വായിക്കണം. ഇതാണ് ശരിയായത്. ഉഗ്നിയത്താണ് അതിന് മുഫ്രദ്. ഉഗ്നിയത്തിന്റെ ജമാണ് ഉഗ്നിയാത്ത്. ഉഗ്നിയത്ത് എന്നാ പറയുന്നത്. ഇവിടെ തെൻവീൻ വന്നെന്താ സാറേ? മനസ്സിലായില്ല. തെൻവീൻ വന്നത് എന്താ? തെൻവീൻ വന്നെന്താ കുഴപ്പമോ? തെൻവീൻ എന്താ പ്രശ്നം? നെക്കിറായ ഭാഗത്തിന് തെൻവീൻ വരൂലേ? സംശയം എന്താ അവസ്ഥത്തെ? വരും വരും. പിന്നെന്താ? തെൻവീൻ വന്നിട്ടുണ്ടല്ലോ. പഠിപ്പിക്കുമ്പോ നമുക്ക് ഇറാബ് പറയുമ്പോ തൻവീനോട് കൂടി പറയുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവരെ ചോദിച്ചത്. സാധാരണ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. അത് നിങ്ങൾ വ്യാഖ്യാനിക്കല്ലേ, അവൾ അങ്ങനെ അല്ലെങ്കിലോ? അല്ലേ, അവരോട് ചോദിച്ചോ. അഫ്സത്ത് അല്ലേ? അഫ്സത്ത് കുരുട്ട് ബുദ്ധിയായിരിക്കൂ. പറ അഫ്സത്തെ, പറ എന്താ നീ ചോദിച്ചത്? ഞാൻ പോയതായിരുന്നു, ഞാൻ പിന്നെ വന്നാ സമാധാനം ഇല്ലായിട്ട്. അത് തന്നെ, എനിക്ക് സമാധാനമല്ല നീ ഇവിടെ ഇല്ലായിട്ട്. കാരണം എന്തെങ്കിലും കുറച്ച് കുരുത്തക്കേട് വേണമെങ്കിൽ നീ വേണം. പറ. അല്ല സാറേ, ഞാൻ അതുകൊണ്ട് ചോദിച്ചു തന്നെയാണ്. അവര് പറഞ്ഞ അതന്നെ നമ്മള് സാധാരണ അങ്ങനെ ഉദാഹരണം പറയാതെ ഞാൻ പറഞ്ഞു. ഒരു ഉദാഹരണം പറ. ഉദാഹരണം ഇപ്പോ മുസ്ലിമാത്ത് എന്താ റഅയ്തു മുസ്ലിമാത്തിൻ കൊടുത്തില്ലേ? കൊടുത്ത്. അല്ല, അതിന് എന്തേലും ഒരു കവായിദ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞാന്. നിനക്കൊരു കവായിദ ഇല്ലാതെ ഞാൻ പറയൂ. പോട്ടെ, അതങ്ങനെ തന്നെ. അതായത് റഅയ്തുൽ മുസ്ലിമാത്തി എന്നാണ് തൻവീൻ കൊടുക്കൂല. അല്ലാതെ കായതൊന്നുമില്ലടാ. തെൻവീൻ നെക്കിറയായി കഴിഞ്ഞാൽ കൊടുക്കുന്ന പദമാണല്ലോ. അതിന് ഈ തെൻവീന് പല തരത്തിലുണ്ടല്ലോ. അതിൽപ്പെട്ട ഒന്നാണല്ലോ തെൻവീനു തെങ്കീർ, തെൻവീനു തെങ്കീൻ ഉണ്ട്, തെൻവീന് ഇവലുണ്ട്, തെൻവീന് മുഖാബലുണ്ട്.
4 തരത്തിൽ തൻവീൻ ഉണ്ട്. അതിൽപ്പെട്ട തൻവീനു തൻകീർ, നെക്കിറയായ പദത്തിന് കൊടുക്കുന്ന തൻവീൻ, മാരിഫ് അല്ലാത്തതിന് കൊടുക്കുന്നത്. അങ്ങനെ വരുന്നത് ഇതിലൊക്കെ വരും. ഏത് നെക്കിറയായ പദത്തിലും അത് വരാം. തൻവീൻ വരാത്തത് ഏതിലേ ഉള്ളൂ? ഈ പറയപ്പെട്ട മംനൂ മിന സർഫിലാണ്. അതിൽ തൻവീന് വരൂല, ഫതഹത്ത് കൊണ്ട് ചെറുവാണ്. പിന്നെ മാരിഫ് ആയി കഴിഞ്ഞാൽ വരൂല. അൽ അഗ്നിയാത്ത്, സമീഉത്തുൽ ഉഗ്നിയാത്ത് എന്നാണെങ്കിൽ വരൂല. കാരണം അൽഫ്ലാം വന്ന് മാരിഫയായി, നെക്കറിന്റെ തൻവീനാണ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. മുലാഫിലും വരൂലല്ലോ. ഇല്ല, അതൊക്കെ മാരിഫയായി. മാരിഫ എന്ന് പറയുന്ന ഗണത്തിൽ അതൊക്കെ വന്ന മോളെ. പിന്നെ മുലാഫ് എന്ന് പ്രത്യേകം പറയണ്ട. നെക്കിറ മാരിഫ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അലിഫ്ലാം വന്നത് മാരിഫന്റെ ഒരീനാണ്, മുലാഫായിട്ട് വരുന്ന മാരിഫന്റെ മറ്റൊരീനാണ്. എന്ന് പറഞ്ഞാൽ മാരിഫയാണോ അലിഫ്ലാം തൻവീൻ, ഈ തൻവീൻ വരൂല. വേറെ ബാക്കിയുള്ള തൻവീനൊക്കെ മാരിഫയിലും വരും, അത് വേറെ വിഷയം. അപ്പൊ ഓക്കെ, അവിടെ ഉനിയാത്തിൽ തന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ജമീലത്തൻ എന്ന് വായിക്കണം, സിഫത്താണ്. ഇവിടെ ജമ്മു മുഅന്നസ് സാലിം ആയതുകൊണ്ട് ഉനിയാത്തിൽ എന്ന് വായിച്ചത്. പിന്നെ അത് മൻസൂബാണ്. സിഫത്ത് വായിക്കുമ്പോൾ ജമീലത്തൻ എന്ന് വേണം. പരീക്ഷ അങ്ങനെയും ചോദിക്കും ചിലപ്പോൾ. സമീഅത്തു ഉനിയാത്തിൻ ഡാഷ് ജമീലത്തൻ, ജമീലത്തുൻ, ജമീലത്തിൻ എന്നൊക്കെ കൊടുക്കൂ. അപ്പൊ നിങ്ങൾ വേഗം ഉനിയാത്തിൻ നല്ലത് കണ്ട് ജമീലത്തിൻ എഴുതി വെക്കും. വായിക്കാൻ നല്ല സുഖം. സമീഅത്തു ഉനിയാത്തിൻ ജമീലത്തിൻ എന്ന് വായിക്കാൻ. പക്ഷെ അങ്ങനെയല്ല, സമീഅത്തു ഉനിയാത്തിൻ ജമീലത്തൻ എന്നാണ്. അതും കൂടി നോട്ട് ചെയ്തു. അങ്ങനെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ മനസ്സിലായിട്ട് പോവാന്നുള്ളതാണ്. ഞാൻ ഇത്രയും സമയം എടുത്തുകൊണ്ട് ഞാൻ അരമണിക്കൂറോട് തീർക്കണമെന്ന് വിചാരിച്ച ആളാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്തത് ഇത് വലിയ പ്രയാസമില്ലാത്തതാണ്. ചോദ്യം വായിച്ച് മനസ്സിലായ എളുപ്പമാണ്. അഫ്സത്തെ, നീ പറയുന്ന ആൻസർ. നാക്കിസായ ഫിയോല് അറ്റത്തിൽ വരണം, ആഹിറിൽ ഇല്ലത്തിന്റെ ഹർഫ് വരണത്. നീ അത് ആൻസർ പറഞ്ഞ ശരി. എ ബി എസ് സി മാറിപ്പോയതാ. ഡി ആണ് ഉത്തരം. മാറിപ്പോയാലോ? ഈ മാറിയ പരീക്ഷ കൊടുക്കൂട്ടോ. ശരിയായത് 4ാമത്തെ ആൻസർ ആണ്. ബി ഒക്കെ പറയുന്നുണ്ടല്ലോ. ശരി, 4ആണ്. കാരണം നാക്കിസാ ചോദിച്ചത്. 8 തരത്തിലാ ഫെയിൽ ടോട്ടൽ ഉള്ളത്. 2 തരാക്കി തിരിക്കും. സാലിമ്, അത് സോറി, പിന്നെ സ്വഹീഹ്, മുഅത്തൽ. അതിൽ സ്വഹീഹ് 3 തരവും മുഅത്തൽ 5 തരവുമാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ സ്ലൈഡ് കാണിച്ചുതരാം. സാലിമ്, മഹ്മൂസ്, മുളഅഫ്, ഇത് 3ഉം സ്വഹീഹിന്റെ ഇനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഹംസയും ഫുള്ള് സ്വഹീഹായി. ഇല്ലത്തിന്റെ അക്ഷരം അലിഫോ വാവോ യാ ആണ് ഇല്ലത്തിന്റെ അക്ഷരം. അലിഫോ വാവോ യാ വരാത്ത ഫീലിനാണ് സ്വഹീഹ് എന്ന് പറയാം. അത് തന്നെ ഹംസയും മദ്ദും ഇല്ല എങ്കിൽ അത് സാലിമാണ്. ഹംസ ഉണ്ടെങ്കിൽ അത് മഹ്മൂസ് ആണ്. ഷദ്ദുള്ള മദ്ദുള്ള അക്ഷരമാണെങ്കിൽ അത് മുളഅഫ് ആണ്. ഈ 3 തരവും സ്വഹീഹിന്റെ ഇനങ്ങളാണ്. ഇല്ലത്തിൻ്റെത് 5 തരമുണ്ട്. ഒന്ന് മിസാലാണ്. ആദ്യത്തെ അക്ഷരം ഇല്ലത്താണെങ്കിൽ അതിന് മിസാൽ എന്ന് പറയും, വഅദ വസല പോലെ. 2 അജുവഫ് ആണ്. മധ്യാക്ഷരം ഇല്ലത്താണെങ്കിൽ അതിന് അജുവഫ് എന്ന് പറയും. 3 നാക്കിസ് ആണ്. അവസാനത്തെ അക്ഷരം ഇല്ലത്താണെങ്കിൽ അത് നാക്കിസ് എന്ന് പറയും. മറ്റൊന്ന് ലഫീഫ് മഫ്റൂഖ് ആണ്. 1ാമത്തെയും 3ാമത്തെയും അക്ഷരം ഇല്ലത്ത്, വഫ പോലെ. മറ്റൊന്ന് ലഫീഫ് മക്റൂനാണ്. 2, 3 അക്ഷരങ്ങൾ ഇല്ലത്ത്, 1ാമത്തെ സ്വഹീഹായിട്ടും വരും. അത് ലഫീഫ് മക്റൂനുമാണ്. ഇങ്ങനെ 5 തരത്തിൽ മുഅത്തലും 3 തരത്തിൽ സ്വഹീഹുമായ സുലാസി മുജറദായ ഫിയലുണ്ട്. അതിൽ ഇവിടെ ചോദിച്ചത് അവസാനത്തെ അക്ഷരം ഇല്ലത്തുള്ള റമാദ പോലെയുള്ളതാണ്. അത് നാക്കിസാണ്. ഓക്കെ ആണോ? ഓക്കെ, വീണ്ടും വന്നു അതത്. ആൻസർ പറഞ്ഞോളൂ, അയച്ചോളൂ. ആൻസർ അയച്ചോളൂ. ഇത് വളരെ സംഭവം കായിക പഠിച്ച ആളുകൾക്കും ചിലപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു ഇതാണ് കൊടുത്തത്. ഈ ഹഫ്സത്തിന് ഞാനിപ്പോ ഉണ്ടല്ലോ, ഹഫ്സത്തെ സാറേ ഏതാ ശരി? ഹംസത്തു ജുമലിൻ വ അർബഉ അജ്വിബത്തിൻ അങ്ങനെയല്ലേ വരിക? അങ്ങനെയാണോ? ആയിക്കോട്ടെ. സുമയ്യ ഏതാ ശരി? സുമയ്യ പറ. ആണോ? അല്ല, ഇനി ആരും പറഞ്ഞു, ഞാൻ ചോദിക്കുന്നവര്. സുമയ്യ പറ.
സാറേ ബി തന്നെ വരിക. ജുംലത്തിന്റെ ജമ്മാണ് ജുമൽ. അതുകൊണ്ട് അപ്പൊ 5 വന്നിക്കണേ. അപ്പൊ ജമ്മാക്കി ജെറ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. അപ്പൊ 2 ശരി. നീ പറഞ്ഞ തീർത്തും തെറ്റാണ്. തെറ്റാ? ഇനി മാറ്റാണ്ടോ? 1, 2 പറഞ്ഞു. എന്താണ് ആരാ പറയാ? സീന പറയൂ. ഞാനും കൺഫ്യൂഷനില്ല. ആണോ? എന്നപ്പൊ ഞാനും മൊത്തം കൺഫ്യൂഷനാണ്. ഫൗസിയ പറയൂ. ജവാബ് ഓക്കെ. 4 വരാ. എന്തുകൊണ്ട്? ഹംസ് ജുംലത്തിന്റെ ജമ്മാണ് ജുംല്. അപ്പൊ ജുംലത്ത് സ്ത്രീലിംഗ ആയതുകൊണ്ട് മുഅന്നസ് ആയതുകൊണ്ട് ഹംസ് വന്ന്. അടുത്തതോ? പിന്നെ അർബഅത്തു അജ്വിബത്ത് ജവാബിന്റെ ജമ്മല്ലേ അജ്വിബത്ത്. അതുകൊണ്ട് ജവാബ് മുദക്കറാവുമ്പോ അർബഅത്തു മുഅന്നസ്. പറഞ്ഞതാണ് വളരെ കറക്റ്റ്. അഫ്സദ് ശ്രദ്ധിച്ചോ? 2 ഭാഗവും നോക്കണ്ടേ? ഹംസു ജുമലിൻ വ അർബഅത്തു അജ്വിബത്തിൻ. കാരണം ഫൗസി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കഴിഞ്ഞില്ലേ? ഫൗസി മ്യൂട്ട് ചെയ്തോ. അതായത് നമ്മൾ പഠിച്ച നിയമം എന്താ? 3 മുതൽ 10 വരെ എണ്ണുമ്പം അതത് മുദക്കർ ആണെങ്കിൽ അൽ മഅദൂദ് എണ്ണുന്നത് മുദക്കർ ആണെങ്കിൽ അതത് മുഅന്നസും മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതത് മുദക്കറും ഓപ്പോസിറ്റ് ആക്കണം എന്നാണല്ലോ. ജുംലത്ത് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി തന്നെ അങ്ങനെ കൊടുത്തത്. ഇങ്ങനെയാണ് വരിക. നേരെ മറിച്ച് ഇത് നേരെ എന്താണ്? ജുംലത്ത് എന്നുള്ളതല്ലാത്ത വേറൊരു പദം കൊടുത്താൽ പെട്ടെന്ന് ചിലപ്പം കിട്ടും. ജുംലത്ത് മുഅന്നസ് ആണ്. അപ്പൊ മുഅന്നസിന്റെ കൂടെ ഹംസ പറയേണ്ടത്. ജവാബ് മുദക്കറാണ്, അതിന്റെ കൂടെ മുഅന്നസുമാണ് പറയേണ്ടത്. നിങ്ങൾ എന്ത് ചിന്തിച്ചു? ജുമലിൽ തായില്ല, അജീബത്തിൽ താഴുണ്ട്. അപ്പൊ ജുമൽ എന്തായി? മുദക്കറാക്കി ഹംസത്ത് കൊടുത്തു, അജീബത്ത് മുഅന്നസാക്കി അർബവും കൊടുത്തു. ഇതല്ലേ ചെയ്തത്? അങ്ങനെയല്ല. ജുംലത്ത് മുഅന്നസാണ്, അപ്പൊ ഹംസ് കൊടുക്കും. ജവാബ് മുദക്കറാണ്, അപ്പൊ മുഅന്നസു ആക്കണം. അപ്പൊ ഹംസു ജുമലിൻ വ അർബഅത്തു അജീബത്ത് എന്നുള്ളതാണ് ഈ കൊടുത്തത്. കണ്ട് ഇത് ജമ്മാണ് കൊടുത്തത്, മുഫ്രദല്ല. ജമ്മിന് താഴുണ്ട് എന്ന് വിചാരിച്ചത് മുഅന്നസാന്ന് പറയാൻ പറ്റൂല. ജമ്മിന് താഴില്ല എന്ന് വെച്ച് മുദക്കറും ആവില്ല. അതിന് മുഫ്രദ് എടുത്ത് നോക്കിയിട്ട് താഴുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് മുഅന്നസോ മുദക്കറോ എന്ന് പറയാൻ പറ്റും. മദ്രസത്തിന് ഞാൻ മദാരിസ് എന്നല്ലേ? മദാരിസ് മുഅന്നസാണ്, കാരണം മദ്രസ എന്നുള്ള മുഅന്നസായ പദമാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ആ ജവാബിന്റെ ജമ്മേ അത് പെട്ടെന്നുണ്ട് ചിന്തയെ വന്നില്ല. അതാണ് ഞാൻ പല ആൾക്കും പറ്റിയത് തന്നെയാണ്. പക്ഷെ ഇതാണ് ചോദ്യം ഇടുന്നവരും ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് തെറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ അവിടെ നിങ്ങൾ വീടരുത്. ഒന്ന് ആലോചിച്ചിട്ട് എഴുതിയില്ല, തെറ്റിപ്പോവും. ഇനി ആർക്കെങ്കിലും ഡൗട്ടില്ല ചോദിക്കാം. ഇല്ലാന്ന് വിചാരിക്കുന്നു. സാഫിയ ക്ലിയർ ആണോ? സാഫിയ പോയാ? ഞാൻ 2 ചോദ്യം വിട്ടെന്ന് തോന്നുന്നു. അഷീറ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ. അടുത്തത് 7ാമത്തെ ചോദ്യം. സ്പീഡാക്കണേ, ഒരുപാടായി. ഇപ്പൊ ആരും ആൻസർ തന്നെ അയക്കാതായി തോന്നുന്നു. ഞാൻ ചോദ്യം ചോദിക്കുന്നോ വിളിക്കുന്നോ അല്ലെങ്കിൽ തെറ്റിപ്പോന്ന്. അവസ്ഥത്തെ പേടിക്കേണ്ട, ആൻസർ അയച്ചോ. റാഷിദ പറയൂ, ഏതാ ശരി? ഓപ്ഷൻ ഡി. എന്തുകൊണ്ട്? ഈ സെന്റൻസ് ഇസ്തിസ്നാല് പെട്ടതാണ്. പിന്നെ സെന്റൻസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് അവലാന്നുള്ളതും അവലിന്നുള്ളതും പറ്റും. നെഗറ്റീവായി എന്നതുകൊണ്ട് മാത്രം അങ്ങനെ പറ്റുമോ? ഇവിടെ മുസ്തസ്ന അങ്ങനെ പറയും, കംപ്ലീറ്റ് പറയും. അതെ, അല്ലാതെ മാത്രം പറഞ്ഞാൽ പോരാ. ഇല്ലക്ക് ശേഷം ഇല്ല കൊണ്ട് ഇസ്തസ്ന 3 രൂപത്തിലാണ് വരിക. ഒന്ന്, മുസ്തസ്ന മിന്നു പറയപ്പെട്ട പോസിറ്റീവായ സെന്റൻസ്.
2 മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവായ സെന്റൻസ്. 3 മുസ്തസ്ന മിന്നു കളയപ്പെട്ട സെന്റൻസ്. ഈ 3 രൂപത്തിലാണ് വരിക. മുസ്തസ്ന മിന്നു പറയപ്പെട്ട പോസിറ്റീവ് ആണെങ്കിൽ നസ്ബ് നിർബന്ധമാണ്. മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ നസ്ബും ചെയ്യാം, മുസ്തസ്ന മിൻഹുവിന്റെ ഇറാബും ചെയ്യാം. ഏതാണോ മുസ്തസ്ന മിന്നു അതിന്റെ ഇറാബും ചെയ്യാം. മുസ്തസ്ന മിന്നു കളയപ്പെട്ടതാണെങ്കിൽ ഇല്ല സെന്റൻസ് ഒഴിവാക്കിയാൽ സെന്റൻസിന് എന്താണോ സ്ട്രക്ചർ അതനുസരിച്ച് ഇറാബ് ചെയ്യാം. ഇവിടെ വന്നത് ഖാദിമീൻ എന്ന മുസ്തസ്ന മിന്നു പറഞ്ഞിട്ടുണ്ട്. മാ സല്ലംതു എന്ന നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആണ് മുസ്തസ്ന മിന്നു പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെ നിയമം നസ്ബും ചെയ്യാം, അപ്പൊ ഇല്ലൽ അവ്വല എന്ന് പറയാം. മുസ്തസ്ന മിൻഹുവിന്റെ ഇറാബ് ചെയ്യാം. ഖാദിമീൻ എന്നതിന് എന്താ ഇറാബ്? അല വന്നപ്പോ അതിന് ജെറാണ്. അത് ജമൂദക്കർ സാലിം ആയതുകൊണ്ട് യാവ് കൊണ്ട് ജെറ് കിട്ടിയെന്നേ ഉള്ളൂ. ആ ജെറ് തുടർന്ന് ഇല്ലൽ അവലി എന്ന് പറയാം. അപ്പൊ ഇല്ലൽ അവല എന്നുള്ളതും ശരിയാണ്, ഇല്ലൽ അവലി എന്നുള്ളതും ശരിയാണ് എന്ന് പറഞ്ഞാൽ ബിയും സിയും ശരിയാണ്. അപ്പൊ ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുന്നത് 3 രൂപത്തിൽ ഇറാബ് വരും എന്നുള്ളത് മനസ്സിലാക്കുക. മുസ്തസ്ന മിന്നു പറയപ്പെട്ടത് തന്നെ 2 രൂപമുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. മുസ്തസ്ന മിന്നു കളയപ്പെട്ട 1 രൂപം. ഡൗട്ടുണ്ടോ? ചോദിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും എഫേർട്ട് എടുത്ത് പറയുന്നത്. എന്തുണ്ടെങ്കിലും ചോദിക്കട്ടോ, നോ പ്രോബ്ലം. ഞാൻ തിരിച്ചു പറയുന്നതൊക്കെ തമാശയിൽ എടുത്താൽ മതി, സീരിയസ് ആയിട്ട് പറയുന്നു എന്നല്ല. അഫ്സത്തിനോടൊക്കെ പറയുന്നത് അവർക്ക് അറിയാം, അതുപോലെ തന്നെ എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ. 8 പിന്നെ എളുപ്പമാണ്. ലിബ ഏതിന്റെ ജമ്മാണ്? നമുക്കൊക്കെ അറിയാവുന്നതാണ്. ലിബ എന്നുള്ളത് ഏതിന്റെ ജമ്മ? പറഞ്ഞോളൂ. ലബീന്റെ. മാൻ എന്നതിന്റെ ജമ്മാണ്, ലബീന്റെ ജമ്മാണ് ലിബ. ഓക്കെ. അടുത്തത് ദഖൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് വഹിയ തഹ്തഫ്. ആൻസർ അയച്ചോളൂ. അബുൽ ഹസൻ നദ്വിയുടെ അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദിലുള്ള ഒരു കോട്ടിംഗ് ആണിത്. അതിൽ കണ്ടിട്ടുണ്ട് ഞാൻ. ദഖലൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ പ്രവേശിച്ചു. വഹിയ തഹ്തസ്, അത് അഭിമാനമുള്ള ഇസ്സത്തുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഇതാക്കിയത്. ഫസ്ല പറയൂ. ഏതാണ്? ഹാലല്ലേ? ഏതാണ് ഹാൽ അവിടെ? വഹിയത്ത ജുംല മൊത്ത ഹാലാണോ? അല്ല. ഏതാണ് ഹാല്? വഹിയ താഴ്ത്തസൂന്ന് പറയുന്ന ജുംലയാണ് ഹാല്. ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ പ്രവേശിച്ചു. അബുൽ ഹസൻ എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ വന്നപ്പോൾ ഇന്ത്യ വലിയ അഭിമാനമുള്ളതായ സ്ഥിതിയിലാണ്. ഇസ്സത്തുള്ള വഹിയ തഅത്തസു, ആ ഹിയ എന്ന മുബത്തദയും തഅത്തസു എന്ന ഫെയിലും ഫായിലും കൂടിയ ആ ഒരു ഖബറും ആ ജുംലയാണ്, ഇസ്മിയായ ജുംലയാണ്. അതുകൊണ്ട് ആ വാവ് വന്നത്. ഒരു ജുംല ഹാലായിട്ട് വരുമ്പോൾ ഒന്നെങ്കിൽ വാവ് വേണം, ആ വാവിനാണ് വാവുൽ ഹാൽ എന്ന് പറയാം. അല്ലെങ്കിൽ ലമീർ വേണം, അല്ലെങ്കിൽ രണ്ടും കൂടി വേണം. അത് നിർബന്ധമാണ്. ഇവിടെ വാവും വന്നു, ഹിയാന്നും വന്നു. ഹിന്ദാണ് അതിന്റെ സ്വാഹിബുൽ ഹാല്. ആ ഹിന്ദിയെ കുറിച്ചാണ് വഹിയ തഅത്തസു എന്ന് പറയുന്നത്. ആ ജുംല ഹാലാണ്. ഹാലും നേരത്തെ നമ്മൾ ഖബറൊക്കെ പറഞ്ഞതുപോലെ മുഫ്രദായിട്ട് വരാം, ശിബ്ഹ് ജുംലയായിട്ട് വരാം, ജുംലയായിട്ടൊക്കെ ഹാലും വരാവുന്നതാണ്. ഹാല് വരുന്ന സമയത്തുള്ള കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്, ജുംലയായിട്ട് വരുമ്പോഴുള്ള. ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് അതിലെ. ഇഖ്തറ സ്വഹീഹ് ബിഹളാറത്തിൻ അസീലത്തിൻ. അയച്ചോളൂ. ആയിഷ, നീ എന്നെ പറയൂ. ആയിഷ ആരിഫ്.
ആയിഷ ആരിഫ് പോയോ? എങ്കിൽ ബുഷ്റാബി. ബുഷ്റാബി ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? എവിടെ പോയി അവരൊക്കെ? ഇല്ലേ? ആരാ? ഫർഷാന പറയൂ. ഫർഷാന. ബി ആണോ സാറേ? ബി. എന്തുകൊണ്ട്? കൂടുതൽ അറിയില്ല. അത് ശിബഹ് ജുംലയാണോ? ശിബ്ഹ് ജുംല എന്താണ്? പറഞ്ഞോളൂ. ആർക്കറിയാം? ആരെങ്കിലും ഒന്ന് പറയൂ. അരിയഖത്തിൻ എന്നുള്ളത് സിഫത്ത്, അസ്ലിയത്തിൻ അരിയഖത്തിൻ എന്നുള്ളത് സിഫത്ത്. സിഫത്ത് ആയപ്പോ അരീക്കത്തിന് വായിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തതോ? അരീക്കത്തിന് ഒന്നും അരീക്കത്താണ്, മൂന്നും അരീക്കത്താണ്. ഒന്നാമത്തതും അരീക്കത്തിനാണ്, മൂന്നും അരീക്കത്താണ്. അപ്പൊ ഒന്നോ മൂന്നോ ശരി? മൂന്നാമത്തത്. എന്തുകൊണ്ട് ഒന്നായില്ല? സോറി ഒന്നാമത്തതാട്ടോ ശരി. എന്തുകൊണ്ട് മൂന്നായില്ല? അപ്പൊ അങ്ങനെ വരും ചോദ്യം. അറിയില്ല. ചോദ്യം തിരിച്ചും മറിച്ചും വരും. അല്ല ഷംനാസ, എന്നാ പറ. എന്താ? അല്ലാ, എനിക്ക് പറയാൻ അറിയില്ല. അരീക്കത്തിന്റെ വരെ അറിയാം. അരീക്കത്തിന് എനിക്കറിയാം. കഥം ഇങ്ങനെ വന്നു എനിക്കറിയില്ല. പക്ഷെ പറയാനൊരു ഫ്ലോറസ് ഉള്ളതുകൊണ്ട് പറഞ്ഞു. ശരി ഏതാന്ന് പറയൂ. ഒന്നാണോ മൂന്നാണോ? ഞാൻ ഒന്നായിട്ടത്. ഏതാ ശരി? അഫ്സത്തെ? എ ആണ്. അരീക്കത്തിൻ ഫിൽ കദം. എ അല്ലേ ശരി സാറേ? ഇനി ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. ഒരു വട്ടം 2 വട്ടം നമ്മൾ വിളിക്കുക, ലേല ഉറപ്പിക്കാൻ പോവാണ്. മാറ്റണ്ടോ? ആർക്കെങ്കിലും മാറ്റണ്ടേ? പറയാം. ഇല്ലല്ലോ? പൊതുവെ വായിക്കുമ്പോ കിതം അങ്ങനെ ആണല്ലേ? നിങ്ങൾ വായിക്കുമ്പോൾ അതുപോലെ ശരിയായത് 3ആണ്. കിതമാണല്ലേ? അതായത് കഥം എന്ന് പറഞ്ഞ കാൽപാദം എന്നാണ് അല്ലെ? ഖുറത്തുൽ കഥം എന്നാ പറയാ. ഫുട്ബോൾ. കിതം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളതെന്നാ. കദീം കിതം എന്ന് പറഞ്ഞാണ്. അപ്പോ ഫിൽ കിതം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഒരു അരീക്കായ, അത്രയും ഡീപ്പായ അല്ലെ ഒരു അസീലായ ഒരു ഹലാറ ഉണ്ട് എന്നാ പറയുന്നത്. പണ്ട് മുതലേ ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു ഹലാറയുണ്ട്. പണ്ടുക്കും പണ്ടേ എന്നതിന് ഫിൽ കിതം എന്നാ പറയാ. ഫിൽ കഥം എന്ന് പറഞ്ഞാൽ കാല് എന്നർത്ഥം. കിതം എന്നതാണ്. ഇനി ആൻസർ കീ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. ആൻസർ കീയിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാ, അല്ലെങ്കിൽ അത് കണ്ടെത്തുക. ആൻസർ കീയിൽ ഏതാന്ന് ജസ്റ്റ് അങ്ങനെ പറയരുത് സത്യം. എന്താണിത്? ഏതായാലും കിതം എന്ന് പറയുന്നതാണ് പണ്ട് എന്നർത്ഥം. കദീമു സമാൻ എന്ന അർത്ഥത്തിൽ ആ കിതം എന്ന് ഉപയോഗിക്കാം. കഥം എന്ന് പറഞ്ഞാൽ കാൽപാദം എന്ന അർത്ഥത്തിലാണ്. പണ്ട് മുതലേ ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു അരീക്കായ ഒരു ഹലാറയുണ്ട് എന്നാ പറയുന്നത് ഇവിടെ. അപ്പൊ ഫിൽ കിതം എന്നുള്ളതാണ് ശരി. അരീക്കത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ സിഫത്തായിട്ടാണ്. ഹലാറത്തിൻ, അസീലത്തിൻ, അരീക്കത്തിൻ, അത് ചെറു തന്നെയാണ്. പക്ഷെ നിങ്ങളെ കൊടുക്കാനാണ് കഥമും കിതമും ഇട്ടത്. രണ്ടും ഉണ്ട്, പക്ഷെ രണ്ടും അർത്ഥമാണ്. അപ്പം സി ആണ് ശരിയ ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കദീമല്ലേ പഴയത് എന്ന് പറയാ? അല്ല, കിതം എന്ന് പ്രയോഗമുണ്ട്. കദീമ് പഴയത് അർത്ഥം. കിതമുണ്ട്. ഒരു ഉദാഹരണം എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയായിരുന്നു. കിതം എന്ന പ്രയോഗം ധാരാളം അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഇത് കിതം എന്നുള്ളത്. കദീമിന്റെ ജം എന്താ സർ? കദീമിന്റെ ജമ കുതമ എന്ന അർത്ഥത്തിലാണ് വരിക. പഴയത് പുതിയ ആളുകൾക്ക് എന്ന് പറയാം കദീം, അങ്ങനെ പറയാറുണ്ട്. അല്ലാതെ വേറെന്ത് ജമ്മാളെന്ന് അറിയില്ല. ഒരു സെന്റൻസ് ഏതെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിയാൽ കിട്ടുക കിതം എന്നുള്ളതേ. സെന്റൻസുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സെന്റൻസ് എനിക്ക് കിട്ടുന്നില്ല.
അതായത് മുന്തുൽ കിതം എന്നൊക്കെ സാധാരണ പറയാറുണ്ട് പണ്ട് മുതലേ. മുന്തുൽ കിതം എന്നാ പറയാ അവിടെയൊക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏകദേശം ചോദ്യങ്ങൾ കഴിഞ്ഞു. വഅഖ്തദിമു കലാമി ബിഹാദാ അഷ്കുറുക്കും ജമിയൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഇദാ ലദൈകും അയ്യു ശുകൂക് ഔ അയ്യു അസ്ഇല ഔ ആറാ ഇൻഷാ അല്ലാഹ് ഫൽയതഫദ്ദൽ മഷ്കൂറ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. സമയം ഒരുപാടായിട്ടുണ്ട്. 8 സമാനിയ അത് നമ്മള് ആ സമാനിയാന്ന് ആ യാ ഇങ്ങനെ ഫത്തഹ് ഇട്ടിട്ട് എഴുതുവോ? അങ്ങനെ പറയും. നസ്ബിന്റെ സമയത്തൊക്കെ അങ്ങനെ വരും. അല്ലെങ്കിൽ നമ്മളത് എങ്ങനെയാ പറയാ? സമാനിന്നാണോ? അപ്പൊ അവിടെ യാ ഇടൂല? ഇല്ല, യാ ഇടാൻ പറ്റൂല എന്നല്ലേ. മങ്കൂസയായിട്ട് വരുന്നതിന്റെ നിയമം അങ്ങനെയല്ല. നെക്കിറയായിട്ട് റഫിന്റെയോ ജെറിന്റെയോ സമയത്ത് വന്നു കഴിഞ്ഞാൽ നെക്കിറക്ക് തൻവീൻ കൊടുക്കൂല എന്നാണ്. അപ്പൊ 19 പറയുമ്പോ 18 പറയുമ്പോ സമാനിയത്ത അഷ്റത്ത പറയും പോലെ 18 വിഷയമല്ല, 8 മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. 18 മുറക്കബാണ്. അത് 10ന്റെ മേൽ മബിനിയാണ്. അവിടെ സമാനിയത്ത അഷറാന്ന് സമാനി അഷറാത്താന്ന് തന്നെ പറയും. 18 വിഷയം ചോദിച്ചത് 8 പറയുമ്പോ ഇട്ടിട്ട് ഫത്തഹ് ഇടൂലേ? 10ന്റെ മേൽ മബിനിയാണല്ലോ. ഞാൻ നിങ്ങൾ 8ന്റെ ചോദിച്ചത്, 8ന്റെതാ പറഞ്ഞത്. 18 നിങ്ങൾ ചോദിച്ചില്ല. 18ന്റെ ഇങ്ങനല്ല വരാം, സമാനിയാൻ തന്നെയാണ്. 8 വരുന്ന രൂപമാണ് പറഞ്ഞത്. അത് ഇലാഫത്തിലെ അത് നെക്കിറായിട്ട് വരണം. മുദാഫക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അത് മാറും. നെക്കിറയായിട്ട് വരുമ്പോഴാണ് നമ്മൾ മങ്കൂസൊക്കെ നിങ്ങൾ പഠിക്കും. കാളി, കാളി എന്ന പദം നെക്കിറയായിട്ട് റഫിന്റെയോ ജെറിന്റെയോ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ യാഇനെ കളയും. ജാ കാളി എന്നാ പറയാ, കാളി എന്ന് പറയൂല. മറർത്തു ബി കാളി എന്നാ പറയാ, കാളീന്ന് യാ ഇടൂല. റഅയ്തു കാളി എന്നാ പറയാ. അപ്പൊ മാരിഫ ആകുമ്പോ ആ തെൻവീനെ കളയുന്നല്ലേ ഉള്ളൂ ഉണ്ടാവുക? അല്ല, യാഗ് വരും. മാരിഫ യാഗ് വരും. നെക്കിറ യാഗാണ്. അതെ, യാഗിനെ ഈ മങ്കൂസയുടെ പ്രയോഗം എന്താണോ സമാനി എന്ന് പറഞ്ഞതും അതേ പ്രയോഗമാണ്. ശരി, മറ്റെന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ വന്നാൽ തെറ്റരുത്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് 1 മണിക്കൂർ 40 മിനിറ്റ് കൊടുത്തു. ഞാൻ എപ്പോഴോ കഴിയുന്നു വിചാരിച്ചാണ്. പക്ഷേ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ ഇതുപോലത്തെ തെറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത്. അല്ലെ ചോദ്യം മാത്രം അങ്ങനെ ആൻസർ പറഞ്ഞങ്ങ് പോയാൽ മതി, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാനുള്ള അവസരമാണ്. അപ്പൊ ഇത്രയും നേരം നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. സാറേ, നേരത്തെ നമ്മൾ എത്തക്യൂ പറഞ്ഞല്ലോ, എത്തക്യൂ പറഞ്ഞല്ലോ, അംസറിനത് അതിന് വേറെന്ത് ഒരു ലമ്മിനാണ് പ്രയോറിറ്റി, പിന്നെ ഫത്തഹ് കെസ് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അല്ലെ? എങ്ങനെ? ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കിട്ടിയിരുന്നോ? കംപ്ലൈന്റ് മുമ്പ് ലമ്മാണെങ്കിൽ, മുമ്പ് കെസറാണെങ്കിൽ, മുമ്പ് ഫത്തഹാണെങ്കിൽ. അതല്ലാതെ വേറൊരു നിയമം ഉണ്ട് അതിന്? നിയമമുണ്ട്. നടുക്ക് വരുന്നതിന് ഒരുപാട് നിയമമുണ്ട്. മധ്യാക്ഷരം വരുന്നതിനുണ്ട്. ഉണ്ടല്ലേ? അതിനാണ് അവിടെ പ്രയോറിറ്റി നോക്കണ്ടേ അല്ലേ? അല്ല, പ്രയോറിറ്റി പറഞ്ഞാൽ അവിടെ അങ്ങനെ അത് വരും. അവസാനത്തിൽ വരുന്ന സമയത്തുള്ളത് പോലെയല്ല. അല്ലാതെ അങ്ങനെ വരണമെങ്കിൽ അതുപോലെ വരും. അംസ ദമ്മായിട്ട് വരുന്നതൊക്കെ ഉണ്ട്. അവസാനം വരുന്ന സമയത്തുള്ളത് പോലെ അല്ല. ഉദാഹരണം പറയുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇല്ല ആണോ? ഇത് വേറൊരു സ്ലൈഡാണ്, ജസ്റ്റ് കാണിക്കുക. നടുക്ക് വരുന്ന അംസ എന്ന രൂപങ്ങളാണ്. അല്ല, യാതിന്റെ രൂപത്തിൽ ഏതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടോ? ഇത്ര ഉണ്ടോ നോക്കൂ. കെസറിന് ശേഷം വന്നാല്, സാക്കിന് ശേഷം കെസറായിട്ട് വന്നാല് പല രൂപത്തിലും വരുന്നത് പറയുന്നുണ്ട്. യാതിന്റെ രൂപത്തിൽ, അതുപോലെ വാവിന്റെ രൂപത്തിൽ ഇതിന്റെ കുറെ രൂപങ്ങൾ. ഇവിടെയൊക്കെ ഒരുപാട് പറയാണ്. മറ്റേ സ്ഥലത്ത് കൂടുതൽ പറയാനില്ല അവസാനം വരുമ്പോ. എല്ലാം കൂടി ഞാൻ പറയാതിരുന്നാണ്, നേരം വൈകും. ഓക്കെ സാറേ. ഓക്കെ അജു സാറേ, ഡൗട്ടില്ലെങ്കിൽ നമുക്ക് നിർത്താവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏകദേശം സാർ ഒരു 1 മണിക്കൂർ 41 മിനിറ്റ് കൊടുത്ത് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ
UP എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൺഫർമേഷൻ വന്നു, എല്ലാവരും കൺഫേം ചെയ്തു എന്ന് വിചാരിക്കുന്നു. LP എക്സാമിന്റെ ഡേറ്റും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കേട്ടിട്ട് എഴുതാത്തവരെ സംബന്ധിച്ചിടത്തോളം പുതിയ എക്സാമിനേഷൻ ജൂണിലേക്ക് വരാനുണ്ട്. രൂപത്തിലാണ് സാറ് ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ എക്സാമിനേഷന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതല്ല അവര് ചോദിക്കുന്നത്, പകരം നമ്മൾ എന്ത് വിചാരിക്കും, നമ്മൾ ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതുന്ന വിഷയങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എന്ന് കണ്ട് തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിച്ചു പോവുക. ഒരു ദിവസം പോലും വിടാതെ നമ്മുടെ സ്വപ്നത്തിലേക്ക്, ഗവൺമെന്റ് ജോലിയാണ് നമ്മൾ എല്ലാവരുടെയും സ്വപ്നം, അതിലേക്ക് എത്തും വരെ നിരന്തരം കഷ്ടപ്പെടുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ നമുക്ക് വേണ്ടി എടുത്തു തന്ന ഹാരിസ് സാറിന് ബ്രൈറ്റ് അക്കാഡമിയുടെ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഇത്രയും വൈകിയും സാറിനോടൊപ്പം നമ്മള് നിന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതോട് പറയാം കേട്ടോ അജു സാറേ. എന്താണ് സാറേ? അത്യാവശ്യം നന്നായിട്ട് സഹകരിച്ചു, അൽഹംദുലില്ലാ. അത് വലിയൊരു സന്തോഷമുണ്ട്, അതുകൊണ്ട് അത്രയും നീണ്ടുപോയത്. അതാണ് സാറേ, നമ്മള് സാധാരണ നമ്മൾ ലൈവ് ക്ലാസ്സിലും അധികം സഹകരണം ഉണ്ടാവില്ല. ഇന്ന് ഉള്ളവർ അത്യാവശ്യം നന്നായിട്ട് സഹകരിച്ചു, വിളിച്ചവരൊക്കെ ഏകദേശം സാധാരണ ഉണ്ടാവാന്ന് വെച്ചാല് സാറ് കിടന്ന് സംസാരിക്കും, പിള്ളേര് മിണ്ടാതിരിക്കും. ഇവിടെ നേരെ തിരിച്ചു നടന്നതിൽ കുറച്ചുകൂടി സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ മാറിയല്ലേ എന്നൊക്കെ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇന്ന് സന്തോഷത്തോടു കൂടി വളരെ സമാധാനത്തോടു കൂടി സെഷനോടെ വൈൻഡപ്പ് ചെയ്യാണ്. ശുക്രൻ ജസീലൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും വഹസനി മുതാബഅതിക്കും മഅക്കും വൗസിക്കും ബിദ്ദുവ അതമന്ന ലക്കും കുല്ലൻ നജ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. സാർ അതിന്റെ